ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫൈനൽ അഡ്ജസ്റ്റ്മെന്റുകളെ പറ്റിയാണ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ചു റെക്കോർഡിംഗ് എന്താന്ന് പഠിച്ചു, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, അനലൈസിങ്, ഇന്റർപ്രറ്റിംഗ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് വിശദമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ സ്ഥാപനത്തിൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ റിസൾട്ടുകളൊക്കെ കിട്ടും. ലെഡ്ജർ കിട്ടും, ട്രയൽ ബാലൻസ് കിട്ടും, പിന്നെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് കിട്ടും, ഇൻകം സ്റ്റേറ്റ്മെന്റ് കിട്ടും. ഇതൊക്കെ നമുക്ക് കിട്ടും. ഈ സാധനങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചില സാധനങ്ങൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവും വിട്ടുപോയിട്ടുണ്ടാവും ചിലത് മറന്നു പോയിട്ടുണ്ടാവും. അങ്ങനെയൊന്നും മറക്കാൻ പാടില്ല അക്കൗണ്ട്സിനകത്ത്. ചില നമ്മൾ റെക്കോർഡ് ചെയ്യാതെ പോയിട്ടുണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഫൈനൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഫൈനൽ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്, എല്ലാ റിപ്പോർട്ടുകളും കിട്ടി ലാസ്റ്റ് നമ്മൾ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ്സ്, ഇതിനെയാണ് നമ്മൾ ഫൈനൽ അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് വിളിക്കാം. ഉദാഹരണമായിട്ട് നമ്മൾ ഒരാൾക്ക് 10,000 രൂപ എല്ലാ മാസം സാലറി കൊടുക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ നോർമലി നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴൊക്കെയാണോ അയാൾക്ക് സാലറി കൊടുക്കുന്ന സമയത്തൊക്കെ റെക്കോർഡ് ചെയ്യും. 10,000 കൊടുത്തു. ഈ മാസം നമ്മൾ 8,000 രൂപയെ കൊടുത്തുള്ളൂ എന്ന് വിചാരിക്കാം. 8,000 റുപ്പീസ് കൊടുത്തുള്ളൂ എന്ന് വിചാരിക്കാം. ബാക്കി 2,000 രൂപയും കൂടി അയാൾക്ക് കൊടുക്കാനുണ്ട് എന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യണ്ടേ? ചെയ്ത് കഴിഞ്ഞ ട്രാൻസാക്ഷൻ ആ ഒരു മൊമെന്റിനകത്ത് നടക്കുന്ന സമയത്ത് നമ്മളെല്ലാം റെക്കോർഡ് ചെയ്യും. 8,000 രൂപ, 10,000 രൂപയാണ് ഒരാളുടെ സാലറി. ആ സാലറിയിലേക്ക് നമ്മൾ ഓൾറെഡി 8,000 രൂപ കൊടുത്തു. ഇനി 2,000 രൂപയും കൂടെ അയാൾക്ക് കൊടുക്കാനുണ്ട്. അങ്ങനെ വേണ്ടേ? നമ്മൾ പോയി കഴിഞ്ഞാൽ, അക്കൗണ്ടിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും സിസ്റ്റം നോക്കുന്ന സമയത്ത് അയാൾക്ക് 2,000 രൂപ കൊടുക്കാനുള്ളതായിട്ട് കാണണം. ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസുകളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫൈനൽ അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, ഇങ്ങനെയൊക്കെ പ്രീപെയ്ഡ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത് എന്താണെന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി എന്ത് ചെയ്യാം, നമ്മൾ മനസ്സിലാക്കിയെടുക്കാം. അപ്പൊ നമ്മൾ ഫൈനൽ അഡ്ജസ്റ്റ്മെന്റ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വിട്ടുള്ളൂ. ഫൈനൽ അഡ്ജസ്റ്റ്മെന്റ്സിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചോളൂ. ഒന്ന് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഓക്കെ, ഫൈനൽ അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന് സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലെ? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, പിന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഇത് രണ്ടും ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, മൈക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ തരാം. അപ്പൊ ഇത് ഓരോന്നോരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, എന്താണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്നുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്. എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്? ഡ്യൂ ഡേറ്റ് ആയിട്ടും കൊടുക്കാത്തത് അല്ലെ? കൊടുക്കേണ്ട സമയമായിട്ടും കൊടുത്തു തീരാത്ത ചെലവുകളെയാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയാം. കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. സാലറി ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്, ഇങ്ങനെയൊക്കെ പറയില്ലേ? സാലറി ഡ്യൂ ആയിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. അപ്പൊ കൊടുക്കേണ്ട സമയമായിട്ടും കൊടുക്കാത്ത എക്സ്പെൻസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കാം, പ്രീപെയ്ഡ് ഔട്ട്സ്റ്റാൻഡ് എക്സ്പെൻസ് എന്ന് വിളിക്കാം. കൊടുക്കേണ്ട സമയമായിട്ടും കൊടുക്കാത്ത. ഹലോ, പേയബിൾ എന്ന് പറഞ്ഞൂടെ? ക്ലിയർ ആയില്ല. പേയബിൾ എന്ന് പറഞ്ഞൂടെ എന്നത്? പേയബിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കൊടുക്കാനുള്ളത് പേയബിൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പേയബിൾ വരും. നമുക്ക് എപ്പോഴും നല്ല ഔട്ട്സ്റ്റാൻഡ് ഏതാണോ, ഇപ്പൊ സാലറി പേയബിൾ, പിന്നെ കമ്മീഷൻ പേയബിൾ, ഇതൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്. അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ്മെന്റ്സുകളായിട്ട് മനസ്സിലാക്കിയാൽ നല്ലത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഇനി എത്ര ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെന്ന് ചോദിക്കില്ല. ഇപ്പൊ കമ്പനിയിലൊക്കെ ആണെങ്കിൽ, നിങ്ങൾ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ സപ്ലയർ നോക്കിക്കോട്ടെ, നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണെന്ന് നോക്കി പറഞ്ഞേ. നമ്മളെ പേയബിൾ എത്ര നോക്കി പറയില്ല. അത് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എത്ര, അത് കൊടുക്കാനുണ്ടെങ്കിലും കിട്ടാണ്ടെങ്കിലും ഒക്കെ ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ള ടേമിലാണ് കമ്പനികൾ സാധാരണ രീതിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കേണ്ട സമയമായിട്ടും കൊടുത്തു തീരാത്ത
എക്സ്പെൻസുകളെയാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് വിളിക്കുക. ഉദാഹരണം, നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ പറയാം. ഒരാളുടെ സാലറി എന്ന് പറയുന്നത് ഒരാളുടെ സാലറി 20,000 ആണ്. ഒരാളുടെ സാലറി 20,000 ആണ്. ഈ മാസം നമ്മൾ ഓൾറെഡി പെയ്ഡ് ചെയ്തത്, സാലറി പെയ്ഡ് എന്നുള്ളത് 15,000 ആണ്. ഇനി ഔട്ട്സ്റ്റാൻഡിങ് സാലറി എത്രയാ? ഹലോ, ഔട്ട്സ്റ്റാൻഡിങ് സാലറി എത്ര വരുന്നത്? 5,000. ഈ ഒരു സാധനം നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഇതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി വരുന്നത്. ഇപ്പൊ നോർമലി ഇതൊരു സ്ഥാപനത്തില്, ശരിയായ സ്ഥാപനത്തിൽ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഈ ഒരു എൻട്രി ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. ഇപ്പൊ UAE കമ്പനികൾ, സൗദിയിൽ അവിടെയൊക്കെ വർക്ക് ചെയ്ത ആളുകൾക്ക് അറിയാം, അവർ കൃത്യമായിട്ടും ഡ്യൂ എൻട്രി ഇട്ടതിന് ശേഷമാണ് എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്യാം. ഇവിടെ കേരളത്തിൽ മിക്കവാറും നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന കമ്പനികളിലൊക്കെ പേയ്മെന്റ് ചെയ്ത എമൗണ്ട് മാത്രം കാണിക്കുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടുകൾ കറക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പൊ ഇത്തരം സ്ഥാപനങ്ങളിൽ നിൽക്കുന്ന അക്കൗണ്ടന്റുമാർ സാധാരണ രീതിയിൽ പറയുന്ന ഒരു ചോദ്യമാണ് അല്ലെ, ഇപ്രാവശ്യത്തെ കണക്കെടുത്ത് തരുമെന്ന് ചോദിക്കുമ്പോൾ ഇവർ സാധാരണ രീതിയിൽ എന്താ പറയാ, സാലറി ഈ മാസം ഫുള്ള് കൊടുത്തില്ല, അതുകൊണ്ട് ഈ മാസത്തെ കണക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, ഇങ്ങനെ പറയുന്ന കേട്ടില്ലേ. റെന്റ് കറക്റ്റ് ആയിട്ട് ഈ മാസം റെന്റ് 2 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് മുതലാളി കൊടുക്കുക, അതുകൊണ്ട് അക്കൗണ്ട് എന്ത് ചെയ്യാൻ ഉണ്ടാക്കാൻ കഴിയില്ല, അത് ഉണ്ടാക്കിയാൽ തന്നെ കറക്റ്റ് ആവില്ല. ഇങ്ങനെ കമന്റ് ആണ് സാധാരണ രീതിയിൽ നമ്മളെ നാട്ടിലെ അക്കൗണ്ടന്റുമാർ പറയാം. അപ്പൊ ഇന്നും ഞാനൊരു കൺസൾട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. കൺസൾട്ടിങ്ങിന് സമയത്ത് ഇന്നും ഒരാൾ, ഒരു അക്കൗണ്ടന്റിനോട് സംസാരിച്ചതാണ്, നമ്മളെ ഈ ഒരു സ്ഥാപനത്തിലെ അക്കൗണ്ട് ഒരിക്കലും റെഡി ആവില്ല. അയാൾ പറഞ്ഞ വർത്താനം കേട്ടോ, അതേപോലെ ഇങ്ങോട്ട് പറയണേ. വലിയൊരു സ്ഥാപനത്തിന്റെ ഒരു അക്കൗണ്ടന്റ് പറഞ്ഞാണ്, സാറേ ഈ സ്ഥാപനത്തിലെ കണക്ക് ഒരു കാരണവശാലും റെഡി ആവില്ല. അതിന് അയാൾ പറഞ്ഞ കാരണം ഇയാൾ സാലറി കറക്റ്റ് ആയി കൊടുക്കൂല. അപ്പൊ ഞാൻ ചോദിച്ചു, സാലറി തരാത്തോണ്ട് ഇനി അക്കൗണ്ട്സ് ചെയ്യാതിരിക്കുന്നതാണോ എന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിലും കറക്റ്റ് ആവില്ലല്ലോ. സാലറി തരാത്തോണ്ട് എന്റെ പണി ഞാൻ ചെയ്യണില്ല. അപ്പൊ അല്ല, അതല്ല, അയാള് 1-ാം തീയതി കൊടുക്കേണ്ട സാലറി ഇയാള് ചിലപ്പോ 15-ാം തീയതി 20-ാം തീയതി ഒക്കെ തരുള്ളൂ. അതും കറക്റ്റ് തരൂല. ആ ഒരു 2,000 തരും, ബാക്കി അടുത്ത ആഴ്ച എടുക്കട്ടോ, അടുത്ത ആഴ്ച എടുക്കട്ടോ. ഇതെങ്ങനെ സാർ അക്കൗണ്ട് ചെയ്യാം? ഇത് നോർമലി ചെറിയ ചെറിയ അക്കൗണ്ടന്മാർ ഉണ്ടാക്കുന്ന പ്രശ്നം. അതേപോലെ റെന്റ് 4 മാസത്തെ പെൻഡിങ്ങാ, പിന്നെ എങ്ങനെ കണക്കുണ്ടാക്കുക? അപ്പൊ ഈ മാസം കണക്കുണ്ടാക്കിയാൽ റെഡി ആവില്ല എന്നുള്ളതാണ് ആരുടെ ഭാഷ്യം? അക്കൗണ്ടന്റിന്റെ ഭാഷ്യം. ഇങ്ങനെ ചിന്തിക്കുന്ന കുറെ ആൾക്കാർ നമ്മളെ ഇടയിലുണ്ടോ? അതായത് ഈ പറഞ്ഞ അക്കൗണ്ടന്റ് മോശം അക്കൗണ്ടന്റ് എന്നല്ല, അത്യാവശ്യം നല്ല രീതിയിൽ MBA ക്വാളിഫൈഡ് ആയിട്ടുള്ള MBA ഫിനാൻസ് എടുത്ത ഒരാൾ പറഞ്ഞ വർത്താനാണിത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്റെ താഴത്തേക്കുള്ളതൊക്കെ നമുക്ക് ആലോചിച്ചാൽ കിട്ടുമല്ലോ. അപ്പൊ ഇവിടെയാണ് ഈ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ ഈ എക്സ്പെൻസുകൾ, ഔട്ട്സ്റ്റാൻഡിങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നത്. ശരിക്കും ഒരു സ്ഥാപനത്തിൽ നോക്കണം, ഇനി നല്ല ശ്രദ്ധിച്ചോളെ. ഒരു സ്ഥാപനത്തില് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ സംഭവം ശരിക്ക് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആയിട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വൃത്തിയിൽ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഉണ്ടാവില്ല. മനസ്സിലാക്കണേ, വൃത്തിയിൽ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഒരിക്കൽ പോലും എന്തുണ്ടാവില്ല, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം സാധാരണ രീതിയിൽ ഒരു കാരണവശാലും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. കാരണം എന്താ, ഡ്യൂ എൻട്രി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, ഡ്യൂ എൻട്രി. ഇനി നിങ്ങൾ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതിന് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള ഒന്ന് എനിക്ക് പറഞ്ഞു തരണേ. സ്ക്രീനിൽ കാണുന്നുണ്ടോ? സ്ക്രീനിൽ കാണുന്നുണ്ടോ? ഓക്കെ. എന്റെ സ്ഥാപനത്തിൽ 4 എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിച്ചോളേ. എന്റെ സ്ഥാപനത്തിൽ 4 എംപ്ലോയീസ്. ഒരാളുടെ പേര് എ, ഇയാളുടെ സാലറി 15,000 രൂപയെന്ന് വിചാരിച്ചോളൂ. ഓക്കെ. വേറൊരു സ്റ്റാഫ് ഉണ്ട് ബി, ഇയാളുടെ സാലറി 17,000 ആണ് എന്ന് വിചാരിക്കാം. വേറൊരാളുണ്ട്, അയാളുടെ സാലറി 13,000 ആണ്. ഓക്കെ. ഇനി വേറൊരാളുണ്ട്, അയാളുടെ സാലറി 25,000 ആണ്. ഓക്കെ. ഈ ഒരു സ്ഥാപനത്തില് ഇന്ന് നമുക്ക് ഡേറ്റ് 27 ഓക്കെ. ഇത് കഴിഞ്ഞ മാസത്തെ ഒരു കണക്ക് കൂട്ടാണെന്ന് വിചാരിച്ചോളൂ. ഇത്ര രൂപ സാലറി ഉണ്ട്. നമ്മൾ കണക്ക് കൂട്ടാൻ വേണ്ടി പോകുന്നത് 31 ഡിസംബർ 2025, ഇതാണ് കഴിഞ്ഞ മാസം. ഈ മാസം നമ്മളൊരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഈ സാലറി ഞാൻ കൊടുത്തിരിക്കുന്നത്, സാലറി
പേ ചെയ്ത ഡേറ്റ് ആണ് സാലറി പെയ്ഡ്. നമുക്ക് അതിന്റെ ഡേറ്റും കൂടി കൊടുക്കാം. നന്നായിട്ട് ശ്രദ്ധിക്കണേ. അപ്പൊ ഇന്ന് എനിക്കുണ്ടായ ഒരു ഇവന്റും കൂടി, അപ്പൊ അതും കൂടി നിങ്ങൾക്ക് പറഞ്ഞെന്നൊക്കെ നല്ല ക്ലാരിറ്റി കിട്ടുമല്ലോ. എക്ക് ഞാൻ സാലറി കൊടുത്തിരിക്കുന്നത് 2-ാം തീയതിയാണ്, 2/1/26 ബി ആൻഡ് സിക്ക് ഞാൻ സാലറി കൊടുത്തിരിക്കുന്നത് 5/1/2026 സിക്ക് ഞാൻ സാലറി കൊടുത്തിരിക്കുന്നത് 10/1/2026 സിക്ക് ഞാൻ ഡിക്ക് ഞാൻ സാലറി കൊടുത്തിരിക്കുന്നത്. അത് ഫുൾ എമൗണ്ട് കൊടുത്തിട്ടില്ല. ഡിക്ക് ഞാൻ 14,000 രൂപയെ കൊടുത്തിട്ടുള്ളൂ എന്ന് വിചാരിച്ചോ. ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും നടക്കുക. ചിലപ്പോൾ വിചാരിച്ച അന്ന് എന്ത് ചെയ്തോളുന്നില്ല, സാലറി കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ എന്റെ ചോദ്യം, നിങ്ങളൊരു അക്കൗണ്ടന്റ് ആണെങ്കിൽ 31-ാം തീയതി നിങ്ങൾ എന്താണ് ചെയ്യുക, 2-ാം തീയതി എന്താണ് ചെയ്യുക, 5-ാം തീയതി എന്താണ് ചെയ്യുക, 10-ാം തീയതി എന്താണ് ചെയ്യുക എന്നുള്ളതാണ്. എന്ത് ചെയ്യാം ഇനി പറയൂ. എങ്ങനെയായിരിക്കും നിങ്ങൾ അതിന് അക്കൗണ്ടന്റ്, നിങ്ങളൊരു അക്കൗണ്ടന്റ് ആണെങ്കിൽ? അപ്പൊ ഇതേപോലത്തെ ഒരു ഇൻസിഡന്റ് ആണ് ഇന്ന് സംഭവിച്ചത്. ആ സ്ഥാപനത്തിൽ പോയപ്പോൾ മുതലാളി ഈ രീതിയിലാണ് അയാളുടെ സാലറി കൊടുക്കുന്നത്. ഇതേമാതിരി സാലറിന്റെ കേസാണ്. ഇനി റെന്റിന്റെ കേസും ഇങ്ങനെയാണ്. എല്ലാ കേസുകളും ഇങ്ങനെയാണ്. കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ കഴിഞ്ഞോളന്നില്ല. ഇപ്പോഴത്തെ സമയത്ത് ബിസിനസ് ഒക്കെ പറ്റ ഡള്ളായി കിടക്കുക. ഈ സമയത്ത് നമ്മൾ വിചാരിച്ച മാതിരി ഒന്നും പേയ്മെന്റ് കൊടുക്കാൻ പറ്റിക്കോണമെന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ പകുതി മുറിച്ചു കൊടുക്കും. ചിലപ്പോൾ ഈ മാസം, ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും സാലറി കിട്ടുന്നുണ്ടാവുക. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാല് എങ്ങനെയായിരിക്കും ചെയ്യാം? 31-ാം തീയതി എന്തായിരിക്കും ചെയ്യാം നമ്മള്? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. 31-ാം തീയതി സാലറി എമൗണ്ട് ഡ്യൂ ആണ്. എമൗണ്ട് ആണ് അല്ലെ? ഇനി നോക്കേ, ഇനി നമ്മോട് മുതലാളി ചോദിക്കാണ്, കഴിഞ്ഞ മാസത്തെ കണക്കൊന്ന് വേണമെന്ന്. 31-ാം തീയതി ചോദിക്കുകയാണ്, കഴിഞ്ഞ മാസത്തെ കണക്കൊന്ന് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം? സാലറിന്റെ കണക്ക് നിങ്ങളെ കണക്കിൽ കാണിക്കോ? സാലറി ഒക്കെ കൊടുത്തത് ജനുവരിയിലാണ്. ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആയിട്ട് കാണിക്കും. എങ്ങനെ കാണിക്കാം? എങ്ങനെയായിരിക്കും ആ കണക്ക് കൊടുക്കുക? ഇവിടെയാണല്ലോ ശരിക്കും മുതലാളി നമ്മൾ തെറ്റുന്നത്. നിങ്ങൾ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ അക്കൗണ്ട്സ് റെഡി ആവാത്തത്. പക്ഷെ 1-ാം തീയതി മുതലാളി ചോദിക്കണം, കഴിഞ്ഞ മാസത്തെ കണക്ക് കൊണ്ടുവരുമെന്ന് പറയും. അപ്പൊ നിങ്ങൾ അവിടെ സാലറി കാണിക്കോ? ഒന്ന് പറയും മനുഷ്യന്മാരെ, സാലറി കാണിക്കോ? കാണിക്കില്ലെങ്കിൽ ഇല്ല പറയും. കൊടുത്തത് അപ്പൊ 5-ാം തീയതി കൊടുത്തേ, ഒരാൾക്ക് 10-ാം തീയതി കൊടുത്തത്, അതന്നെ ഫുള്ള് കൊടുത്തിട്ടില്ല. കൊടുത്താലും ഓക്കെ, ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്യണം. ഈ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റ് പ്രശ്നങ്ങളിലെ ആളുകൾ സൗണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അപ്പൊ ഓഫ് ചെയ്യണം. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ കുട്ടികളുടെ വോയിസ് ഒക്കെ കേൾക്കും. ആരോ ഇടുന്ന ഒരു വോയിസ് വരുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. എങ്ങനെ ചെയ്യാം? എന്ത് ബേസിസിലായാലും, അക്രൂവൽ ബേസിസ് ആയാലും, കാഷ്വൽ ബേസിസ് ആയാലും, എന്ത് ബേസിസിലായാലും മുതലാളി ചോദിക്കണം, കഴിഞ്ഞ മാസത്തെ കണക്ക് തരുമെന്ന് ചോദിക്കണം. ആ സമയത്ത് സാലറി നമ്മൾ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ റെന്റും ഞാൻ കൊടുക്കാനുണ്ടെന്ന് വിചാരിച്ചോളെ. റെന്റ് ഒരു 50,000 രൂപ കൊടുക്കാനുണ്ട്, അത് ഞാൻ കൊടുത്തിട്ടില്ല, ഇതുവരെയും കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ മാസത്തെ കണക്കിൽ റെന്റ് ഉണ്ടാവോ? അതിന് മുന്നത്തെ മാസത്തെ ഉണ്ടാവില്ലേ? അതിന്റെ മുമ്പ് ഞാൻ 4 മാസമായിട്ട് റെന്റ് തന്നെ കൊടുക്കണില്ല. അങ്ങനെ സാലറി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ട് ഡെബിറ്റ് ക്രെഡിറ്റ് ഒക്കെ വിടി, ഡെബിറ്റ് ക്രെഡിറ്റ് ഒക്കെ വിടി, ഈ സാധനം അതൊക്കെ വിടി. ഡെബിറ്റിന്റെ കാര്യം വിടി, ക്രെഡിറ്റിന്റെ കാര്യം വിടി. ഞാൻ പറഞ്ഞത് ഈ എക്സ്പെൻസ് നിങ്ങൾ ഇതിനകത്ത് കാണിക്കോ എന്നുള്ളതാണ്. കാണിച്ചേ പറ്റുള്ളൂ, കാണിക്കും. കാരണം ലയബിലിറ്റി ആണ്. ലാബിലിറ്റി ആണ്, കാണിച്ചേ പറ്റുള്ളൂ. കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും അവരെ പേഴ്സന്റെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആയിട്ടെങ്കിലും കാണിക്കണം. കൺസേൺ പേഴ്സന്റെ അക്കൗണ്ടിനകത്തേക്ക് എന്ത് ചെയ്യണം? ഇതായിട്ട് എന്ത് ചെയ്യണം? ഡ്യൂ എമൗണ്ട് ആയിട്ട് കാണിക്കണം. ഇത് ചെയ്യാതെ ഇതിനകത്ത് 90% ആളുകളുടെ അഭിപ്രായം സാലറി കൊടുത്തിട്ടില്ല, അതുകൊണ്ട് കാണിക്കണ്ടെന്ന് തന്നെ ആയിരിക്കും. റെന്റ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇത് റെക്കോർഡ് ചെയ്യേണ്ടെന്ന് തന്നെ ആയിരിക്കും ഒരു 90% ആളുകളുടെ ഒപ്പീനിയൻ. പക്ഷെ റോങ് ആണ്. കൃത്യമായിട്ടും കാണിക്കണം. ഇത് കൃത്യമായിട്ടും കാണിച്ചാല് നിങ്ങൾക്ക് എല്ലാ മാസവും എന്ത് ചെയ്യാം? മുതലാളിക്ക് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും.
31 എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആ മാസത്ത് ഇത് ക്ലോസ് ചെയ്തിരിക്കണം. 1 മുതൽ 31 വരെ നമ്മൾ വർക്ക് ചെയ്തു. 1 മുതൽ 31 വരെ വർക്ക് ചെയ്തു. വർക്ക് ചെയ്ത സമയത്ത് ഈ ABCD എന്ന് പറഞ്ഞ 4 എംപ്ലോയീസും നമ്മൾ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു. വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? സ്പെൻഡ് ചെയ്തു, ചെലവഴിച്ചു. അപ്പൊ അയാൾക്ക് പൈസ കൊടുക്കണ്ടേ? അപ്പൊ ആ മാസത്ത് ശരിക്കും എന്ത് ചെയ്തിട്ടുണ്ട്? അത്രയും പൈസ അവിടെ സ്പെൻഡ് ആയി വന്നിട്ടുണ്ട്, ചെലവായി വന്നിട്ടുണ്ട്. ആ ചെലവ് 31 തീയതി തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? കൊടുത്തോ കൊടുത്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷെ റെക്കോർഡ് ചെയ്യണം. ചെലവായിക്കണല്ലോ. കറണ്ട് ബില്ല് ചെലവായിക്കണല്ലോ. റെന്റ് ചെലവായിക്കണല്ലോ. നമ്മൾ കൊടുത്തോ കൊടുത്തില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇപ്പൊ ഒരു മാസം 50,000 രൂപയാണ് ആ റൂമിന്റെ റെന്റ് എങ്കിൽ 1 മുതൽ 31 വരെ ഞാൻ ആ റൂമിനകത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ആ റൂമിന്റെ വാടക അവിടെ ചെലവായിട്ടുണ്ട്, ആ റൂം കൊടുക്കാനായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് അക്കൗണ്ട്സിനകത്ത് എന്ത് ഇവന്റ് ആണോ നടന്നത് ആ മൊമെന്റിനകത്ത് നമ്മളാണ് റെക്കോർഡ് ചെയ്യണം. ആ ഒരു മൊമെന്റിനകത്ത് റെക്കോർഡ് ചെയ്യണം. അപ്പൊ ഇന്ന് ഈ സംസാരത്തിന്റെ ഇടയിൽ, ഇന്ന് നമ്മളെ ഒരു കൺസൾട്ട് ചെയ്യാൻ പോകുന്ന സംസാരത്തിന്റെ ഇടയിൽ ഒരു അക്കൗണ്ടന്റ്, ഒരു MBA ക്വാളിഫൈഡ് ആയിട്ടുള്ള, MBA ഫിനാൻസിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞതാണ്, ഇയാൾ ഇങ്ങനെയാണ്, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് കണക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് എന്ത് ചെയ്തു അയാൾ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് അപ്പൊ അവനക്ക് അത് പറയുമ്പോൾ ഒക്കെ മനസ്സിലാവുണ്ട്, ആ അങ്ങനെ ചെയ്യണമായിരുന്നു അല്ലെ, അങ്ങനെ ചെയ്താലാണ് അത് കിട്ടുകയല്ലേ. ഇനി അതിന്റെ ഇടയിൽ ഫീസ് വരാൻ വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കണേ. അതിന്റെ ഇടയിൽ ആ സ്ഥാപനത്തിൽ ഫീസ് വരാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് നടന്ന കാര്യം പറയണത്, ഫീസ് വരാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ മുതലാളി അക്കൗണ്ടന്റിനോട് ചോദിക്കുന്നുണ്ട്, എടാ ഫീസ് എത്ര അടച്ചാളം, അതിനുള്ള KSEBിന്റെ സാധനത്തിൽ അടച്ചാളം. അപ്പം ഇവൻ എന്ത് ചെയ്യാണ്? മറ്റവനെ വിളിച്ചിങ്ങനെ ഫയർ ചെയ്യുന്നുണ്ട്, ആ ബില്ല് എവിടെടാ? കാണില്ലല്ലോ. കാണുന്നില്ലല്ലോ. അപ്പൊ ഇവന്റെ ഫ്രണ്ടിൽ ഒരു കമ്പി പോലത്തെ സാധനം ഉണ്ട്, അതിനകത്തേക്ക് കുത്തി വെച്ചിരിക്കണ ഇവൻ. ഏത് ബില്ല് വന്ന സമയത്ത് ആ കരണ്ടിന്റെ എന്താ പറയാ, ആ കമ്പിയെ കോലിനെന്ന് പറയാ, അസ്റുഫ്ക അക്കൗണ്ടന്മാരെ മുമ്പിലൊക്കെ ഉണ്ടായാലും ഒരു കോല്, അതിലാണ് കുത്തി വെക്കല. അപ്പൊ നിങ്ങളെ ഫ്രണ്ടിൽ ആ സുനാമൽ ഉണ്ട് സാധനം എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ അവിടെ എടുത്തിട്ട് അത് പഴയതാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ ഒരു അസ്വസ്ഥത കണ്ടപ്പം തന്നെ എനിക്ക് ഉറപ്പായി ഇവിടുത്തെ അക്കൗണ്ടന്റ് തല്ലിപ്പൊളിയാണ്, അവനക്ക് ഈ പണി അറിയില്ല. എടാ ടാലിയില് സോഫ്റ്റ്വെയറിനകത്ത് അക്കൗണ്ട് ഒരു ബില്ല് അടക്കാൻ വന്ന ആ സമയത്ത് അപ്പം തന്നെ റെക്കോർഡ് ചെയ്തൂടെ? പിന്നെ ടാലിയിൽ നോക്കിയാൽ പോരെ എത്ര രൂപ അടക്കണം എന്നുള്ള നേരെ എമൗണ്ട് നോക്കി അടച്ചാൽ പോരെ? പിന്നെ ഈ പേപ്പറും ബുക്കായി നടക്കുകയാണെങ്കിൽ പഴയ കാലഘട്ടത്തിലേക്ക് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അപ്പൊ ഒരു കറണ്ട് ബില്ല് വന്നു കഴിഞ്ഞാല് കറണ്ട് ബില്ല് കൊടുക്കുമ്പോഴല്ല റെക്കോർഡ് ചെയ്യേണ്ടത്, വന്ന മൊമെന്റിൽ റെക്കോർഡ് ചെയ്യണം. ഇപ്പൊ നമ്മളൊരു KSEBക്കാരൻ ഒന്ന് ഇതാക്കി പോലെ, ഹലോ പോലെ മീറ്റർ റീഡിംഗ് ഒക്കെ അടുത്ത് നമ്മളൊരു ബില്ല് വരില്ലേ, ആ ബില്ല് വന്ന ഉടനെ തന്നെ ആ ഒരു മൊമെന്റിൽ ഇവൻ അക്കൗണ്ടിനകത്ത് പേബിൾ ആക്കിയിട്ട് റെക്കോർഡ് ചെയ്യണം. മീൻസ് അതുവരെയുള്ള കറണ്ട് ബില്ല് ആയിന്നാണ് അതിന്റെ അർത്ഥം. സ്പെൻഡ് ആയി, അപ്പൊ സ്പെൻഡ് ചെയ്യുമ്പോൾ അപ്പൻ റെക്കോർഡ് ചെയ്യണം. ഇത് റെക്കോർഡ് ആയിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ അർത്ഥം എന്താ, അവിടെ ഇരിക്കുന്ന MBA ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഫിനാൻസിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള അയാൾക്ക് അക്കൗണ്ടിങ് ചെയ്യാൻ അറിയില്ല എന്ന് തന്നെയാണ്. ഞാൻ ലാസ്റ്റ് പോകുമ്പോൾ മുതലാളിയോട് പറഞ്ഞിട്ടോ, ഇവനെ വെച്ചിട്ട് 38,000 രൂപ സാലറി കൊടുക്കുന്നുണ്ട് ആ പയ്യന്. എത്ര? 38,000 റുപ്പീസ് സാലറി കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇവനെ വെച്ചിട്ട് ഈ അക്കൗണ്ടിന് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾ എന്നും കച്ചറ ഓടേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പൊ പറഞ്ഞു ഇതിങ്ങനെയൊക്കെ ചെയ്യാം, പക്ഷെ ഇവിടെ സമയമില്ല. അപ്പം ഞാൻ സെയിൽസിലും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെയും ഞാൻ വർക്ക് ചെയ്യണം, അതുകൊണ്ട് എല്ലാത്തിനും എനിക്ക് സമയം കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു ഒന്നും കൂടി ആലോചിച്ചിട്ട് എന്നെ പറഞ്ഞു നോക്കും, ഒന്നുകൂടി ഇതെന്നെ ഒന്നുകൂടി പറഞ്ഞു നോക്കും. അപ്പൊ ഫേമിന്റെ നെയിം ഒന്നും ചോദിക്കണ്ട. അപ്പൊ ഇതാണ് നാട്ടിലെ ദയനീയ അവസ്ഥ. ഞാൻ പറഞ്ഞപ്പോ റിലേറ്റ് ആയില്ലേ? ഇതിൽ 90% ആളുകളും ധരിച്ചിരിക്കുന്നത് ഇതൊക്കെ തന്നെ കേട്ടോ. അതെന്തിനാ റെക്കോർഡ് ചെയ്യണ, കറണ്ട് ബില്ല് കൊടുക്കുമ്പോൾ അടിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. സാലറി കൊടുക്കുമ്പോൾ കൊടുത്താൽ പോരെ. അപ്പൊ ആ ഒരു ചോദ്യം, ആ ഒരു ഉത്തരം എന്ത് ചെയ്യണം, നമ്മൾ ഇന്നത്തോട് ബ്രേക്ക് ചെയ്യാണ്. നമ്മുടെ സ്ഥാപനത്തിൽ നമ്മളൊരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ആ ഒരു മൊമെന്റിൽ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണോ സാമ്പത്തിക ഇടപാടാണോ, ആ മൊമെന്റിൽ തന്നെ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. ഇപ്പൊ സാധാരണ ഇതിൽ റെക്കറിംഗ് ആയിട്ട് ഒരു സ്ഥാപനത്തിൽ നടക്കുന്നത് കാര്യം റെന്റ് ആണ്, അത് ആ മൊമെന്റിൽ തന്നെ റെക്കോർഡ് ചെയ്യണം. സാലറി ആ മൊമെന്റിൽ തന്നെ റെക്കോർഡ് ചെയ്യണം. കമ്മീഷൻ ആ ഒരു മൊമെന്റിൽ തന്നെ റെക്കോർഡ് ചെയ്യണം.
ഇല്ലെങ്കിൽ പിന്നെ എന്ത് കിട്ടൂല, ഈ സാധനം പിന്നീട് കിട്ടില്ല. അപ്പൊ ഞാൻ എന്റെ സിസ്റ്റത്തിനകത്ത് സ്ക്രീനിനകത്ത് ഒരു സംഭവം നടന്നു, ഒരു സ്ക്രീൻ നിങ്ങൾക്ക് തന്നില്ലായിരുന്നു. അത് നോക്കൂ, അതെങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാം. ഇതില് ഇത് 31-ാം തീയതി ഇത്ര ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിത് എങ്ങനെ റെക്കോർഡ് ചെയ്യാം ഒന്ന് പറഞ്ഞേ, എങ്ങനെ റെക്കോർഡ് ചെയ്യാം? 31-ാം തീയതി നമ്മൾ എന്താ ചെയ്യുക? നിങ്ങൾ ആ സ്ഥാപനത്തിൽ അക്കൗണ്ടന്റ് ആണെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ എന്തായിരിക്കും 31-ാം തീയതി ചെയ്യാം? Salary account debtor to salary outstanding or salary payable അതെ അതെ, എന്ന് പറഞ്ഞിട്ട് ഈ എമൗണ്ട് 15,000, 17,000, 13,000, 25,000. വെരി ഗുഡ്. നോക്കേ, ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് മാസം 31-ാം തീയതി ആയപ്പോ നമ്മള് സാലറി എന്ന് പറഞ്ഞ സംഭവം നമ്മൾ കൊടുക്കാനായി. എത്ര രൂപ സാലറി കൊടുക്കാനായി? 15 + 17 + 13. അപ്പൊ എത്രയായി? ഹലോ, എത്ര രൂപയായി കൊടുക്കാന്? 70,000. 45,000. എത്ര? 70. 45,000 അല്ലേ? 45 ഉള്ളൂ? 45 + 25,000. 20. 70. 70,000. ഈ 45 വന്നതും ഇതൊക്കെ ഒന്ന് എങ്ങനെ പറഞ്ഞു നോട്ടാ. 70,000. അങ്ങനല്ല സർ, 70,000 അല്ലേ? 45,000 + 25,000. അങ്ങനെ 17, 13, 20, 20, 25 എത്രയാ? 45, 17, 45, 50, 60 അല്ലേ വരുള്ളൂ? 17, 13, 30 അല്ലേ? 70. സാറേ വരുള്ളൂ. റെഡി അല്ലേ? 17, 70. 70, 70 അല്ലേ? ഓക്കേ. 70,000 sir. 70,000. 17, 13, 30, ആ 15, ഓക്കെ 45. അപ്പൊ എത്ര? 70,000 രൂപ 31-ാം തീയതി എക്സ്പെൻസ് നടന്നു. കൊടുത്തോ ഇല്ല എന്നുള്ള ഒന്നും വിഷയമല്ല. അപ്പൊ നമ്മൾ ഈ എക്സ്പെൻസ് എന്ത് ചെയ്യണം? നടന്നതായിട്ട് റെക്കോർഡ് ചെയ്യണം. ഈ എക്സ്പെൻസ് നടന്ന സമയത്ത് തന്നെ മറ്റൊരു ഇവന്റും കൂടി നടക്കുന്നുണ്ട്. കൊടുക്കാനുള്ള ഒരു ഇവന്റും കൂടി നടക്കുക. അതായത് എക്ക് 15,000 കൊടുക്കാനായി, ബിക്ക് 17,000 കൊടുക്കാനായി, സിക്ക് 13,000 കൊടുക്കാനായി, ഡിക്ക് 25,000 കൊടുക്കാനായി. ഇതും കൂടി എന്ത് ചെയ്യണം? നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പൊ ഇവിടെ എന്തൊക്കെ അക്കൗണ്ട്സ് ഉള്ളത്? ഒന്ന് സാലറി എന്ന് പറഞ്ഞൊരു അക്കൗണ്ട്സ് ഉണ്ട്, സാലറി പെയ്ഡ്. എ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട്സ് ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു അക്കൗണ്ട്സ് ഉണ്ട്, സി എന്ന് പറഞ്ഞൊരു അക്കൗണ്ട്സ് ഉണ്ട്, ഡി എന്ന് പറഞ്ഞൊരു അക്കൗണ്ട്സ് ഉണ്ട്. എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ ഇങ്ങനെ ജേണൽ ചെയ്യണം. സാലറി അക്കൗണ്ട് ഡെപ്റ്റർ, എ അക്കൗണ്ട്, ബി അക്കൗണ്ട്, സി അക്കൗണ്ട്, ഡി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഓരോന്നും എന്ത് ചെയ്യണം? നമ്മൾ റെക്കോർഡ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? ആ ഒരു മൊമെന്റ് തന്നെ റെക്കോർഡ് ചെയ്താൽ മതി. മൊമെന്റും തന്നെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിങ് സാധനം എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഈ ഒരു എൻട്രി ആയിട്ട് എങ്ങനെയാണ് ഈ സംഭവം ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിരിക്കണം. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എവിടേക്കാണ് ബാധിക്കുക എന്നുള്ളതും എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിരിക്കണം. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും ഇതിന്റെ ജേർണൽ എൻട്രി ചെയ്താൽ? ഇങ്ങനെയായിരിക്കും ഇതാ: സാലറി അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ട് 70,000 എഴുതും. ടു എ എന്ന് പറഞ്ഞിട്ട് അയാളുടെ എമൗണ്ട് എഴുതും. പിന്നീട് ടു ബി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തും? അയാളുടെ എമൗണ്ട് എഴുതും. ടു സി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അയാളുടെ എമൗണ്ട്. ഇങ്ങനെ ഒറ്റയടിക്ക് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് വേണ്ട, ഔട്ട്സ്റ്റാൻഡിങ് വേണമെങ്കിൽ എഴുതാം. സാലറി പേയബിൾ എഴുതണ്ടേ? എങ്ങനെ എഴുതാനും കുഴപ്പമില്ല. എഴുതുന്നുണ്ടെങ്കിൽ അവരുടെ എവിടെ അതായത് ഇതിനകത്ത് ഇതിന്റെ പേര് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഡ്യൂ ആയിട്ട് സാലറി കാണിച്ചാൽ പേയബിൾ എന്ന് മതി. കൊടുക്കണോ? ഇപ്പൊ നമ്മള് ഇപ്പം ഇന്റേൺഷിപ്പിന്റെ പ്രോഗ്രാം നടക്കണം, അവിടെ ഫുള്ള് പേയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് ട്രാൻസാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത്. അപ്പൊ എസ് പേയബിൾ, ബിസ് പേയബിൾ, അല്ലെങ്കിൽ സാലറി പേയബിൾ എന്ന് പറഞ്ഞിട്ടൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ കൊടുക്കാം. ഇല്ലെങ്കിൽ ഇവന്റെ പേരിൽ ഒരു കറണ്ട് ലയബിലിറ്റി അക്കൗണ്ട് ഉണ്ടാക്കി അതിനകത്തേക്ക് ജേണൽ ചെയ്താലും സംഭവം നടക്കും. അപ്പൊ എന്ത് പേര് കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷെ ഇവൻ എന്ത് ചെയ്യണം? കൊടുക്കാനുള്ളതായി കാണിച്ച് എന്ത് ചെയ്യണം? താഴത്തെ എഴുതണം. അപ്പൊ സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു എ, ബി, സി, ഡി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ടും റെക്കോർഡ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? നമുക്ക് ഹലോ, ഫസ്റ്റ് സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് കൊടുത്താൽ ഓക്കെയാ? സാലറി ഔട്ട്സ്റ്റാൻഡിംഗ്
എവിടെ കൊടുത്താല് അക്കൗണ്ട് ഡെപ്റ്റർ സാലറി ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട് ഡെപ്റ്റർ അങ്ങനെ കൊടുക്കാവോ? സാലറി അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് കൊടുത്താൽ അത് തെറ്റില്ലേ? നേരെ ഓപ്പോസിറ്റ് എൻട്രി ആയില്ലേ? ഓപ്പോസിറ്റ് ഇങ്ങനെ അപ്പം അവൻ ഇങ്ങോട്ടേക്ക് തരാനുള്ളതായിട്ട് മാറും ചെയ്താല്. ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഒരു മാസം പണി എടുക്കും പോരാത്തോണ്ട് അവൻ ഇങ്ങോട്ടേക്ക് 25,000 തരാനുള്ളതായിട്ട് മാറും. അങ്ങനെ ഉണ്ടാവോ? ഓക്കെ. ഈ സെയിം ക്വസ്റ്റ്യൻ എനിക്ക് ഇന്നലെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ചോദിച്ചു. ചോദിച്ചോ? അപ്പൊ നേരെ ബലങ്ങ പറഞ്ഞേ, അതെ അതെ. അവൻ ജോലി ഇട്ടില്ലല്ലോ, റിട്ടേൺ എക്സാം ഇതുവരെ വിളിച്ചിട്ടില്ല. വിളിച്ചിട്ടില്ലല്ലോ, എങ്ങനെ വിളിക്കുക? അപ്പൊ തന്നെ ജോലി കിട്ടി, അപ്പൊ തന്നെ. ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ നമ്മള് ഹലോ പറഞ്ഞോളെ. നമ്മള് സാലറി ഇപ്പൊ 31st കൊടുക്കാണ്ട് 1-ാം തീയതി 2-ാം തീയതി 5-ാം തീയതി ഒക്കെ ആയിട്ടാ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോഴേ അത് ആ മാസത്തെ വരുന്നില്ലല്ലോ, പിറ്റേ മാസത്തെ അല്ലേ വരുന്നത്. യെസ്, ഇതാണ് നേരത്തെ പറഞ്ഞ ഡൗട്ട്. അപ്പൊ ഇതെങ്ങനെയാന്നല്ലേ, നമ്മൾ ഒരു കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും ഒരു മാസമായി കഴിഞ്ഞാൽ ആ ഒരു എക്സ്പെൻസ് സംഭവിച്ചു എന്നുള്ളതാണ്. കൊടുത്താലേ എക്സ്പെൻസ് ആവുള്ളൂ എന്നില്ല കേട്ടോ. ഹലോ, ഹലോ കൊടുത്താലേ എക്സ്പെൻസ്. ഇപ്പൊ നിങ്ങൾ ഒരാളെടുത്ത് ഒരു ഫോൺ വാങ്ങി പൈസ കൊടുത്തിട്ടില്ല, എന്താ സംഭവിക്കാം? വാങ്ങാനുള്ള എക്സ്പെൻസ് ആയില്ല, അത് ഞാൻ കൊടുക്കൂല എന്ന് പറയാൻ പറ്റുമോ? ഫോൺ വാങ്ങിയ മൊമെന്റ് മുതൽ നമുക്ക് ചെലവായി, എക്സ്പെൻസ് ആയി. കൊടുത്തോ കൊടുത്തില്ല എന്നുള്ള വിഷയം. ചിലപ്പോൾ നിങ്ങൾ 2,000 പിന്നെ കൊടുക്കുമായിരിക്കും, 3,000 പിന്നെ, അതൊക്കെ മറ്റൊരു കാര്യം. പക്ഷെ ആ സംഭവം നടന്നു കഴിഞ്ഞാൽ അപ്പം റെക്കോർഡ് ചെയ്യണം. ഇപ്പൊ ഒരു മാസത്തിൽ 31-ാം തീയതി കണക്കെടുക്കുന്ന സമയത്ത് സാലറി അവിടെ 70,000 എക്സ്പെൻസ് ആയി എന്ന് അവിടെ കാണിക്കണം. റെന്റ് 50,000 എക്സ്പെൻസ് ആയി എന്ന് അവിടെ കാണിക്കണം. കറണ്ട് ബില്ല് 2,500 വന്നു അവിടെ കാണിക്കണം. അങ്ങനെ കാണിച്ചു കഴിഞ്ഞതിന് ശേഷം ആ മാസത്തെ എക്സ്പെൻസ് എടുക്കുന്ന സമയത്ത് ആ മാസത്തെ നഷ്ടലാഭ കണക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. കൊടുത്തോ കൊടുത്തില്ലേ, ഇത് ക്യാഷും കൊടുക്കാനുള്ള നമ്മൾ ഇതായിട്ട് അക്കൗണ്ട്സ് ആയിട്ട് ബന്ധമില്ല. അത് ലാബിലിറ്റി കിട്ടാണ്ട് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ അത് നഷ്ടലാഭ കണക്കിൽ കൂട്ടൂല. ക്ലിയർ ആയോ? ഇടക്കാലത്ത് ബൈജു മൊബൈൽ ആപ്പ് ഇതിന്റെ ഇടക്കാലത്തുമായി ബന്ധപ്പെട്ടിട്ട് ഇവരുമായി ബന്ധപ്പെട്ട് ഇവരുടെ നഷ്ടലാഭ കണക്കുകൾ പറയുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു അക്കൗണ്ട്സിന്റെ വലിയൊരു മിസ്റ്റേക്കുകൾ ഓഡിറ്റേഴ്സ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ ബുക്കിങ്ങിനകത്ത് ചെറിയ വന്നിട്ടുള്ള ചില മിസ്റ്റേക്കുകളും ലാഭം കാണിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കാണിച്ച ചില മിസ്റ്റേക്കുകളൊക്കെ പറഞ്ഞത്. അതിനകത്ത് ബൈജൂസിന്റെ ഇപ്പൊ ഒരാള് ഒരു കോഴ്സിന് കയറി. ഇപ്പൊ ഉദാഹരണം, ഞങ്ങളുടെ ഒരു കോഴ്സിനകത്ത് നിങ്ങൾ ജോയിൻ ആയെന്ന് വിചാരിച്ചോളൂ. ഒരു കോഴ്സിനകത്ത് നിങ്ങൾ ജോയിൻ ആയെന്ന് വിചാരിച്ചോ. വലിയൊരു മിസ്റ്റേക്ക് ആയിട്ട് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല, അക്കൗണ്ട്സ് കറക്റ്റ് ആണ് താനും, പക്ഷെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മാസം ഫുൾ ആളുകൾ ഒരു 5,000 ആളുകൾ 1,00,000 രൂപയുടെ കോഴ്സിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ മാസത്തെ ഇൻകം ഭയങ്കര ഹെവി ഇൻകം ആയിരിക്കും. മനസ്സിലായോ? ഈ മാസം ആളുകൾ കയറി കഴിഞ്ഞാൽ, പക്ഷെ അതിന്റെ ആദ്യ ഗഡു 1,000 രൂപയെ കിട്ടിയിട്ടുള്ളൂ. മനസ്സിലായോ? 10,000 രൂപന്റെ കോഴ്സാണ്. അതിന്റെ 10,000 രൂപ മനസ്സിലാക്കാനുള്ള കോഴ്സ്. 10,000 രൂപന്റെ കോഴ്സ് 1,000 ആളുകൾ ജോയിൻ ചെയ്തു. നമ്മൾ 10,000 രൂപന്റെ സെയിൽസ് ഈ മാസം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തു. പക്ഷെ അതിനകത്ത് അതിന്റെ ആദ്യ ഗഡു 1,000 റുപ്പീസ് മാത്രമേ വന്നിട്ടുള്ളൂ. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നോക്കുന്ന സമയത്ത് 10,000 × 1,000 എന്ന് പറഞ്ഞിട്ട് ഹെവി പ്രോഫിറ്റ് അവിടെ കാണിക്കൂലേ? ഈ മാസം നമുക്ക് അധിക എക്സ്പെൻസും കാര്യങ്ങളും ഉണ്ടാവില്ല. ഇനി അങ്ങോട്ടേക്കുള്ള മാസങ്ങളിൽ അഡ്മിഷൻസ് ഇല്ല, പക്ഷെ ഈ പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വരുമാനത്തിൽ ഇത് എവിടെയും കാണിക്കില്ല. ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ബൈജൂസിന്റെ ഓഡിറ്റേഴ്സ് ഒക്കെ ലാസ്റ്റ് ഘട്ടത്തിൽ പോയിട്ടുണ്ടായിരുന്നു, അറിയില്ലേ? ഓഡിറ്റേഴ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഓഡിറ്റേഴ്സ് ഉണ്ടായി, ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ അവിടെ ഒരു EMI മോഡലിന്റെ ഒരു പേയ്മെന്റ് ഉണ്ട്. ഓരോ മാസത്തെ റെക്കറിങ് ആയിട്ട് ഇപ്പൊ സോഹോ ബുക്സിനകത്തൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ പിന്നീട് ഇത് ബാധിക്കുന്നത് UAE ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഈ എന്താ പറയാ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്നിടത്തും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് കാണാറുണ്ട്. അത് നമുക്ക് പോകുന്ന ക്ലാസ്സിൽ ഏതെങ്കിലും സെഷനിൽ അങ്ങനത്തെ ഡിസ്കസ് ചെയ്യാം. അത് പറഞ്ഞത് മാത്രം. അപ്പൊ ഇത്രയാണ്. ചോദിച്ചോളൂ. നേരത്തെ സാലറി കൊടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പൊ സാലറി അക്കൗണ്ട് ഒന്ന് 2A 2B അങ്ങനെ കൊടുക്കുക, അങ്ങനെ ഒരു മെത്തേഡ് പറഞ്ഞല്ലോ.
ഔട്ട്സ്റ്റാൻഡിങ് കൊടുക്കാതെ. അപ്പൊ നമ്മള് ഇപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് ടോട്ടൽ ഇപ്പൊ ഒരു മന്തിന്റെ ലാസ്റ്റിൽ എത്ര ഉണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ടോട്ടൽ നമ്മൾ നോക്കുമ്പോ എങ്ങനെ കിട്ടും? അത് ഓ കറക്റ്റ് ആയിട്ട് ടാലിയിൽ കിട്ടും. കിട്ടൂല്ലേ? ഓ നമ്മൾ അത് ഞാൻ ആ ഔട്ട്സ്റ്റാൻഡിങ് റിപ്പോർട്ടിങ്ങിന്റെ സെഗ്മെന്റിൽ പറഞ്ഞുതരാം. ഓക്കെ. ഇതിലെ ഓരോന്നും ടാലി നമുക്ക് സെപ്പറേറ്റ് റിപ്പോർട്ട് തന്നെ കിട്ടും. ഓക്കെ, അപ്പം മനസ്സിലാക്കേണ്ടത് നമ്മളെ സ്ഥാപനത്തില് പൈസ കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും പൈസയുമായി ബന്ധപ്പെട്ട എന്ത് ഇവന്റ് നടന്നു കഴിഞ്ഞാലും ആ മൊമെന്റിൽ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. നടന്നു എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യണം. കൊടുത്തോ കൊടുത്തില്ല എന്നുള്ളത് വിഷയം. 31-ാം തീയതി എന്നുള്ള ദിവസം ഉണ്ടെങ്കിൽ സാലറി ബുക്ക് ചെയ്തോളണം. 31-ാം തീയതി എന്നുള്ള ദിവസം ഉണ്ടെങ്കിൽ റെന്റ് ബുക്ക് ചെയ്തോളണം. അടുത്ത ദിവസത്തേക്ക് മാറ്റാൻ പാടില്ല. ക്ലിയർ ആയില്ലേ? അപ്പൊ എല്ലാ മാസം എന്ത് ചെയ്യണം? ഇത് എൻട്രി ചെയ്യണം. അപ്പൊ സാലറി എങ്ങനെ ചെയ്യാം? സാലറി അക്കൗണ്ട് അപ് ടു ആർക്കൊക്കെയാണോ കൊടുക്കേണ്ടത് അവന്റെ പേരൊക്കെ ഇടാം. ഇനി അവന്റെ ഓരോരുത്തരുടെ ലെഡ്ജർ എടുത്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അവനക്ക് ഇത്ര കൊടുക്കാനുണ്ട് കിട്ടാണ്ട് എന്നൊക്കെ ടാലിയിൽ കറക്റ്റ് ആയിട്ട്, ടാലി എന്നുള്ള ഏത് സോഫ്റ്റ്വെയറിലും കിട്ടും. റെന്റ് എന്താ കേട്ടോ? 50,000 കൊടുക്കാണ്ടെങ്കിൽ റെന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു മീൻസ് റെന്റ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് നടന്നു. റെന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു റെന്റ് കൊടുക്കാനുണ്ട് എന്നുള്ള അക്കൗണ്ടിലേക്ക് റെന്റ് പേബിൾ, നേരത്തെ പറഞ്ഞ പേബിൾ എന്നുള്ള രീതിയിലോ അയാളുടെ പേരിലേക്ക് എന്ത് ചെയ്യാം? ഈ സംഭവം നമ്മൾ ബുക്ക് ചെയ്തിടാം. കമ്മീഷൻ ഈ മാസം കഴിഞ്ഞതേക്ക് കമ്മീഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു എത്ര കൊടുക്കാനുണ്ട് എന്നുള്ള ഈ സംഭവം ചെയ്യാം, നമ്മൾ റെക്കോർഡ് ചെയ്യാം. ഇങ്ങനെ എന്തായിട്ട് റെക്കറിംഗ് ആയിട്ട് നടക്കുന്ന എന്ത് ഇടപാടുണ്ടോ അതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ആ മൊമെന്റിനകത്ത് റെക്കോർഡ് ചെയ്യണം. ഇനി അങ്ങനെ ചെയ്യാതെ പിന്നീടാണ് നമ്മൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയാം. അപ്പൊ അതിന്റെ ജേർണൽ എൻട്രി എക്സ്പെൻസ് അക്കൗണ്ട് അപ് ടു കറസ്പോണ്ടിങ് ഔട്ട്സ്റ്റാൻഡിങ്, ഇതാണ് അതിന്റെ ജേർണൽ എൻട്രി. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. ഇന്ന് ഏതായാലും ഇപ്പൊ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഏതായാലും പോയി, ഇനി അടുത്ത ഇന്റർവ്യൂവിൽ പരാജയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ എൻട്രി ഒന്ന് എഴുതി വെച്ചോളൂ. അപ്പോട്ടെ അടുത്ത ജോലിക്ക് നോക്കാം. ഓക്കെ, അപ്പൊ സർ നമ്മളിപ്പം സാലറി കൊടുക്കുന്നത് എല്ലാ മന്തും 15ന് ലാസ്റ്റ് മന്ത് സാലറി കൊടുക്കുന്നത് 15-നാണെങ്കിലും 30% നമ്മൾ ഡ്യൂ എന്ന് പറഞ്ഞ് എഴുതി കാണിച്ച് നമ്മൾ എൻട്രി ഇട്ടേക്കണം അല്ലെ? എൻട്രി ഇട്ടേക്കണം. ഓക്കെ. മിക്കവാറും ഇന്നത്തെ സ്ഥാപനങ്ങളിലൊക്കെ എന്താ പറയാ സാലറി പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. ആ 31-ാം തീയതി എല്ലാ മാസം നമ്മൾ പ്രോസസ് ചെയ്യണം. അതായത് എൻട്രി ഒന്നുകൂടി പറയാം. എൻട്രിയോ എൻട്രി ഇതാ സാലറി ടു സാലറി പേബിൾ സാലറി ആണെങ്കിൽ സാലറി ടു സാലറി പേബിൾ. കറണ്ട് ബിൽ ആണെങ്കിലോ ഇലക്ട്രിസിറ്റി ടു ഇലക്ട്രിസിറ്റി പേബിൾ. ഈ ഇലക്ട്രിസിറ്റി പേബിൾ എന്ന് പറയുന്നത് മിക്കവാറും KCB ആയിരിക്കും കേട്ടോ. KCBക്ക് ഒരു കറണ്ട് ലാബിലിറ്റി എടുത്തിട്ടുണ്ടോ അതിലേക്കായിരിക്കും എന്ത് ചെയ്യാം ആ സാധനം പോകുന്നുണ്ടാവാം. ഇനി അതുപോലെ കമ്മീഷൻ ആണെങ്കിലോ കമ്മീഷൻ ടു കമ്മീഷൻ പേബിൾ. പലിശ ആണെങ്കിലോ ഇൻട്രസ്റ്റ് ടു ഇൻട്രസ്റ്റ് പേബിൾ. ഇതാണ് വരിക. ഇതിന്റെ ഓപ്പോസിറ്റ് എൻട്രി എഴുതി കഴിഞ്ഞാൽ ഓൻ ഇങ്ങോട്ടേക്ക് തരാനുള്ളതായിട്ട് പോകാം. ഒരു മാസം പണിയെടുത്തതും പോരാ, ഓൻ ഇങ്ങോട്ടേക്ക് കാര്യം എന്നുള്ള പോലത്തേക്കായിരിക്കും അക്കൗണ്ട്സ് പോവാം. സാലറി റെന്റ് തിരിച്ചെഴുതിയാൽ എന്ത് സംഭവിക്കാം? ഒരു മാസം അവിടെ നിന്നതും പോരാ, എന്നിട്ട് 50,000 രൂപ അവൻ ഇങ്ങോട്ടേക്ക് തരണം എന്നുള്ള എൻട്രിക്കാണ് വരിക. അപ്പൊ നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാല് ഇതൊക്കെ ഉൾട്ടായിട്ടായിരിക്കും നടക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യരുത്, എക്സ്പെൻസ് ആണോ അതിനെ ഡെബിറ്റ് ചെയ്യാം. അങ്ങനെയാണ് നീയത്തൊക്കെ മനസ്സിലായി. എക്സ്പെൻസ് വന്നിട്ടുണ്ടോ അതിനെ ഡെബിറ്റ് ചെയ്യാം. സാലറി എക്സ്പെൻസ് ആണ് ഡെബിറ്റ് ചെയ്യുക, കമ്മീഷൻ എക്സ്പെൻസ് ആണ് ഡെബിറ്റ് ചെയ്യുക, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണ് ഡെബിറ്റ് ചെയ്യുക, കമ്മീഷൻ എക്സ്പെൻസ് ആണ് ഡെബിറ്റ് ചെയ്യുക, റെന്റ് എക്സ്പെൻസ് ആണ് ഡെബിറ്റ് ചെയ്യുക. തെറ്റല്ലേ? അത് അവിടെ ഓപ്ഷൻ ഉണ്ടേനു. എങ്ങനെ? എവിടെ ആരാ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിനോ? അതെ, ഓപ്ഷൻ ഉണ്ടേനു. എന്നിട്ട് അപ്പോ ഞാൻ എക്സ്പെൻസസ് ആയതുകൊണ്ട് ഡെബിറ്റ് ചെയ്ത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് കണ്ടോണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞത് എക്സ്പെൻസ് അല്ല. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ലാബിലിറ്റി ആണ്, എക്സ്പെൻസ് അല്ല. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് തന്നെ കൊടുക്കാനുള്ള പൈസ എന്നുള്ളതാണ്. കൊടുക്കാനുള്ള പൈസ ലാബിലിറ്റി അല്ലേ? അപ്പൊ കൂടി എഴുതി വെച്ചോളെ. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഇറ്റ്സ് എ കറണ്ട് ലാബിലിറ്റി. എഴുതി വെച്ചോളൂ. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഇറ്റ്സ് കറണ്ട് ലാബിലിറ്റി. കറണ്ട് ലാബിലിറ്റി ആണ്, മനസ്സിലാക്കുക. കൊടുക്കേണ്ട സമയമായിട്ടും കൊടുത്തു തീർക്കാത്ത എക്സ്പെൻസിനെയാണ്, ചെലവുകളെയാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയാം. നമ്മൾ എക്സ്പെൻസ് പറഞ്ഞ ഒരു നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതുപോലെ ഒരാൾക്ക് 20,000 രൂപ സാലറി കൊടുക്കാണ്ട് 5,000 രൂപ കൊടുത്തിട്ടുള്ളെങ്കിൽ ബാക്കി 15,000 എമൗണ്ടിനെയാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ലാബിലിറ്റി എന്ന് പറയാം, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയാം. അതുകൊണ്ട് ആ 15,000 രൂപ ബാക്കി കൊടുക്കാനുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു എൻട്രി വരുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്.
ഓക്കെ അല്ലേ? അപ്പൊ ഇത് എങ്ങനെയായിരിക്കും റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇത് ബാലൻസ് ഷീറ്റിൽ എങ്ങനെയായിരിക്കും വരിക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെയായിരിക്കും വരിക എന്നുകൂടി എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇങ്ങനെ ആയിരിക്കും അല്ലെ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചുതരാം. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഓൾറെഡി നമ്മൾ സാലറി കാണിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ സാലറി കൊടുത്ത സാലറി നമ്മൾ കാണിച്ചിട്ടുള്ളൂ എന്ന് വിചാരിച്ചു. ഉദാഹരണം, ചില ആളുകൾ ഇങ്ങനെ ചെയ്യാറുണ്ട്, കൊടുത്ത സാധനം മാത്രമേ കാണിക്കുള്ളൂ, ബാക്കിയൊന്നും കാണിക്കൂല. അങ്ങനെ ശരിയല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു അക്കൗണ്ടിങ് മെത്തേഡ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാലൊന്നും പ്രോപ്പർ അക്കൗണ്ട്സ് ആയിട്ട് മാറൂല. അപ്പൊ ഉദാഹരണം, ഈ ഒരു മാസം നമ്മൾ സാലറി കൊടുത്തത് ഒരു 10,000 രൂപേന്റെ സാലറിന്റെ എക്സാമ്പിൾ ആക്കി എടുക്കട്ടോ. സാലറി ഇയാള് ശരിക്കും സാലറി കൊടുക്കുന്നത് 10,000 രൂപയാണ്. അപ്പൊ 1-ാം തീയതി ഇയാൾക്ക് 8,000 രൂപ കൊടുത്തു. ആക്ച്വൽ സാലറി എത്രയാ? ആക്ച്വൽ സാലറി 10,000 ആണ്. ശരിക്കും ഇയാൾക്ക് 10,000 രൂപ കൊടുക്കാനുള്ളത്. ഇയാൾക്ക് 1-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതി 8,000 രൂപ കൊടുത്തു എന്ന് വിചാരിക്കും. ബാക്കി എത്ര കൊടുക്കാണ്ട്? 2,000 കൊടുക്കാണ്ട്. അപ്പൊ നോർമലി സാധാരണ രീതിയിൽ അക്കൗണ്ടന്റുമാര് ഈ ഒരു പണി മാത്രമേ എടുക്കുള്ളൂ. സാലറി 8,000 കൊടുത്തു എന്ന് കാണിക്കും, ബാക്കി 2,000 കൊടുത്ത് കാണിക്കില്ല. എന്നിട്ട് മുതലാളി റിപ്പോർട്ട് വയ്ക്കുമ്പോൾ 8,000-ന്റെ കണക്കാണ് കൊടുക്കും. അത് റോങ് ആണ്, തെറ്റാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മുതലാളിക്ക് പിന്നെ സുഖമാണ്. മുതലാളിക്കാർക്ക് ഈ പണികൾ മൊത്തം കഴിഞ്ഞ എക്സ്പെൻസ് കഴിഞ്ഞ ബാധ്യതയും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വെച്ചാൽ മുതലാളി അങ്ങ് പോകും. അപ്പൊ എന്ത് ചെയ്യണം, ബാക്കിയുള്ള എമൗണ്ട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ചെയ്യണം. അപ്പം ഇതിന്റെ ഒരു എൻട്രി ചെയ്യുന്ന സമയത്ത് സാലറി അക്കൗണ്ട് അപ് ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി, അപ്പൊ ഈ ബാക്കിയുള്ള സാലറി ഇല്ലേ, അത് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറയാം. ഈ ഔട്ട്സ്റ്റാൻഡിങ് സാലറി 2,000 കൂടി എന്ത് ചെയ്യും, നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഇവിടെ എന്ത് വരും, 10,000 എന്നുള്ള എന്ത് ചെയ്യും, ഇവിടെ വരും. ഇങ്ങനെയാണ് ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉണ്ടാവുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എക്സ്പെൻസിന്റെ ഭാഗത്ത് സാലറിയും വരും, അതിന്റെ ഒപ്പം തന്നെ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ത് ചെയ്യണം, നമ്മൾ ആഡ് ചെയ്യണം. ഇനി ഇങ്ങനെ ബാലൻസ് ഷീറ്റ് ആണെങ്കിലോ, ജസ്റ്റ് നിങ്ങൾ വരച്ചു വെച്ചോളെ. ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡ്, ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡ് ആണെന്ന് ചോദിച്ചോളൂ. ഒരു ഭാഗത്ത് അസറ്റ്, ഒരു ഭാഗത്ത് ലാബിലിറ്റി അല്ലേ. ഇത് നമ്മുടെ ലാബിലിറ്റി സൈഡ് ആണെന്ന് വിചാരിക്കും. ഇതിനെ തൽക്കാലം നമ്മൾ ലാബിലിറ്റി സൈഡ് എന്ന് വിചാരിക്കാം. ലാബിലിറ്റി സൈഡിൽ എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഔട്ട്സ്റ്റാൻഡിങ്, മൈക്ക് മ്യൂട്ട് ചെയ്യാ ആരോ ഒരാളെ, ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഇവിടെ എന്ത് ചെയ്യാം, 2K എന്ന് എന്ത് ചെയ്യാം, എടുത്ത് എഴുതാം 2,000. ഇതാണ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ സമയത്ത് നമ്മുടെ അക്കൗണ്ട്സിനകത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഔട്ട്സ്റ്റാൻഡിങ് സാലറി നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഓൾറെഡി ഉള്ള എക്സ്പെൻസിന്റെ കൂടെ ഒരു എമൗണ്ട് കൂടും ചെയ്യും. ബാലൻസ് ഷീറ്റിൽ ആ എമൗണ്ട് ലാബിലിറ്റി സൈഡിൽ കാണിക്കും. എന്തുകൊണ്ടാണ് ലാബിലിറ്റി സൈഡിൽ കാണിക്കുന്നത്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ്. ആ ബാധ്യത ആയതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിനകത്ത് എന്ത് ചെയ്യണം, ബുക്ക് ചെയ്യുകയും വേണം. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ അല്ലോ, സെറ്റ് അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാലറി അക്കൗണ്ടും കൂടി ഒന്ന് കാണിക്കുമോ? അപ്പം നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് കാണിക്കുമ്പോൾ എൻട്രി എങ്ങനെയാ വരാന്നുള്ളത്? എങ്ങനെ കാണിക്കണ്ടേ? സാലറി അക്കൗണ്ടും കൂടെ ഒന്ന് ഇതുപോലെ ഡ്രോ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആവില്ലേ? കാണിച്ചുതരാം. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഇനി ഇതെന്താ സംഭവിക്കാന്ന് വരയ്ക്കാം. ഇനി എ എന്നുള്ള ഒരാളുടെ സാലറി, എ എന്നുള്ള ഒരാൾക്കാണ് ഈ സാലറി നമ്മൾ കൊടുക്കാനുള്ളതെന്ന് വിചാരിച്ചോളൂ. അപ്പൊ എന്റെ ഒരു അക്കൗണ്ട് വരച്ചുതരാം. ഇത് എന്റെ ഒരു ലെഡ്ജർ ആണ്. എന്റെ ഒരു ലെഡ്ജർ ഇത് നമ്മൾ കറക്റ്റ് ആയിട്ടാണ് മനസ്സിലാക്കാൻ. കറക്റ്റ് ഇത് ഫുൾ നമുക്ക് വരക്കാം. എ എന്നുള്ള ലെഡ്ജർ, യെസ് ലെഡ്ജർ. ഇയാളുടെ അക്കൗണ്ടിൽ ഇത് എന്താ സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. നല്ല ചോദ്യമാണ്. ഓക്കെ, ഓൾറെഡി നമ്മൾ എൻട്രി എന്താണ്, സാലറി അക്കൗണ്ട് അപ് ടു എസ് അല്ലെ, എസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്, അക്കൗണ്ടിങ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എന്റെ ലെഡ്ജറിൽ നോക്കണം. എന്റെ ലെഡ്ജറിൽ നമ്മൾ എന്ത് ചെയ്താ, പനി മനുഷ്യന്മാരെ, എന്റെ ലെഡ്ജറിൽ എന്ത് ചെയ്താ, ബൈ സാലറി. ഇവിടെ എഴുതണോ ഇവിടെ എഴുതണോ? റൈറ്റ് സൈഡില്. എ എന്നുള്ള ഭാഗം ക്രെഡിറ്റ് സൈഡിലാണ്. ക്രെഡിറ്റ് ഭാഗത്ത് എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് ഉള്ള സാലറി എഴുതണം.
ഇനി ശരിക്കും നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണെന്നറിയോ? ശരിക്കും ആദ്യം തന്നെ 31-ാം തീയതി, ഇത് 31-ാം തീയതി വെച്ചോട്ടോ, അവിടെ ഡേറ്റ് ഇടാം. ഇത് 31-ാം തീയതി ആയിരിക്കും. സാലറി നമ്മൾ ശരിക്കും എങ്ങനെ എഴുതണമെന്ന് അറിയോ? ശരിക്കും നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്: 31-ാം തീയതി ആകുമ്പോൾ തന്നെ സാലറി കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും ഓന്റെ 10,000 ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ എഴുതണം. എന്നിട്ട് ഈ മാസം ഇവന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യല്ലോ. ഇങ്ങനെ കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യല്ലോ. ഇതപ്പോ എങ്ങനെ ക്ലോസ് ചെയ്യാം? ഇവിടെ നേരെ എന്ത് ചെയ്യും? ഹലോ, ഇവിടെ നേരെ എന്ത് ചെയ്യും? 10,000 വരും. ഇവിടെ എന്ത് വരും? കൊടുക്കാനുണ്ടെന്നല്ല, ഇവിടെ നമ്മൾ ടാലി ചെയ്യുന്ന സമയത്ത് ഇവിടെ നേരെ 10,000 എന്ത് ചെയ്യും? ഇവിടെ എഴുതും. ഇവിടെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ബാലൻസ് ബീഡി നണ്ടം എന്ത് ചെയ്തു? സീഡി നണ്ട് എന്ത് ചെയ്യും? ഈ 10,000 വരും. കാരണം ഇവിടെ ഈ ഒരു ബാലൻസ് ആവണമെങ്കിൽ 10,000 വേണം. എന്നിട്ട് ഈ ബാലൻസിന് നേരെ ഇട്ടിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യും? വീണ്ടും എഴുതും. ഈ എമൗണ്ട് കൊടുക്കാനുണ്ട് എന്നുള്ളതാണ് കാണിക്കുക. ഇനി 2-ാം തീയതി, ഓക്കെ, 2-ാം തീയതി ഇതിനകത്തേക്ക് ഒരു 5,000 രൂപ കിട്ടി, റെസിപ്റ്റ് ആയി കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ 5,000 രൂപ ഇവിടെ കാണിക്കും, അല്ലെ? 5,000 രൂപ ഇവിടെ കാണിക്കും. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതിനെ ബാലൻസ് ചെയ്യും. ഈ മാസം കഴിഞ്ഞ് വേറൊന്നും കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കും, ഇതിനെ ബാലൻസ് ചെയ്യും. ഈ ഭാഗത്തും 10 എഴുതും, ഈ ഭാഗത്തും 10 എഴുതും. ഇത് രണ്ടുമായി വ്യത്യാസം നോക്കുമ്പോൾ 5,000 രൂപ ആയിരിക്കും. ബാക്കി ഇവിടെ 5,000 രൂപ കൊടുക്കാനുള്ളതായി കാണിക്കും. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാല് തെറ്റിയോ? പിന്നെ ആ മാസം അടുത്ത മാസത്തിനകത്ത് സാലറി കാണിക്കണമല്ലോ, കാണിച്ചില്ല. ബാലൻസ് 5,000 ഉണ്ട്. അടുത്ത മാസത്തേക്ക് പോകുമ്പോ ആ ഒരു സാലറി കൂടി കയറും. കാരണം ഞാൻ ഈ ഒരു എമൗണ്ടിന്റെ കാര്യം പറഞ്ഞത്. അടുത്ത മാസം ഓരോ മാസം കൂടുമ്പോ എന്ത് ചെയ്യും? ബാലൻസ് ഉള്ള എമൗണ്ടിന്റെ കേസാ പറഞ്ഞു. ഈ ഇതിന്റെ ബാലൻസ് മാത്രം നമ്മളിപ്പോ വരച്ചത്. ഇനി എന്ത് ചെയ്യും? ഓരോ മാസം വീണ്ടും വീണ്ടും എന്ത് ചെയ്യും? സാലറി കയറും. അപ്പൊ അടുത്ത മാസം ആകുമ്പോൾ വീണ്ടും 10,000 വരും. അപ്പൊ വീണ്ടും ഇവിടെ ഈ ഒരു ബാലൻസിന് പുറമെ തന്നെ എന്ത് വരും? സാലറി എന്ന് പറഞ്ഞിട്ട് 10K വരും. ഇപ്പൊ നമ്മൾ പഠിച്ചേക്കുന്നത് ഇപ്പൊ നിലവിലുള്ള ഈ ഒരു സാധനം മാത്രമാണ്. അപ്പൊ അടുത്ത മാസം എന്താവും? 20,000 രൂപ വരും. ഇതിൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ വീണ്ടും അയാൾക്ക് എത്ര കൊടുക്കാണ്ടെന്നായിട്ട് എന്ത് ചെയ്യും? കറക്റ്റ് ആയിട്ട് വരും. ഇതിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ സ്റ്റക്ക് ആവും. നമ്മളോട് സ്റ്റാഫ് ഒന്ന് ചോദിക്കണം, എനിക്ക് എത്ര കിട്ടാണെന്ന് നോക്കുമ്പോൾ നമ്മൾ ഫുള്ള് പേപ്പർ മറിച്ചിട്ട് അന്ന് എനിക്ക് ഇത്ര തന്നില്ലേനോ, ബാക്കി ഇത്ര ഉണ്ടോ, അന്ന് ബാക്കി ഒന്നുകൂടി തന്നണല്ലോ, ഇങ്ങനെയുള്ള കുറെ ഡൗട്ടുകൾ എന്ത് ചെയ്യും? നമുക്ക് വരും. ഇതേപോലെ തന്നെ ബിൽഡിംഗ് ഓണറുമായിട്ട് നിരന്തരം പ്രശ്നങ്ങളുണ്ടാവും. ലാസ്റ്റ് നിങ്ങൾക്ക് അങ്ങനെ തന്നായിരുന്നു, ഇത് കറക്റ്റ് ആയിട്ട് ഡ്യൂ എൻട്രി ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കാനുള്ള എൻട്രി ഇട്ട് കഴിഞ്ഞാൽ ആ കൊടുക്കാനുള്ള എൻട്രിയിലേക്ക് നമ്മൾ പേയ്മെന്റ് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? സാധനം സെറ്റ് ആയിട്ട് വരും. ക്ലിയർ ആയല്ലോ? അപ്പൊ സാർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫൈനലൈസേഷന്റെ സമയത്ത് നമ്മളിപ്പം ഔട്ട്സ്റ്റാൻഡിങ് എൻട്രി ഇടേണ്ട ആവശ്യം വരില്ലേ നമുക്ക്? ഒരു ഫൈനലൈസേഷൻ ശരിക്കും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് നമ്മൾ ശരിക്കും ഉണ്ടാവില്ല. ഇത് ഇങ്ങനെ തന്നെ തുടക്കം മുതലേ ശീലിച്ചു പോണം. അപ്പോഴേ അക്കൗണ്ട്സ് റെഡി ആയി വരുള്ളൂ. അപ്പൊ നമുക്ക് ഒരു സാധനം ചോദിച്ചാൽ എടാ എനിക്ക് എത്ര കിട്ടാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അവന്റെ ലെഡ്ജർ എടുത്താൽ മതി. അപ്പൊ അതിന്റെ റിസൾട്ട് കിട്ടും. ഹലോ, എ എന്നുള്ള ഒരാൾ എന്നടാ ഇന്റെ കണക്കൊന്നും എടുത്താൽ എന്റെ ലെഡ്ജർ എടുത്താൽ മതി. ബീന്റെ കണക്ക് വെച്ചാൽ ബീന്റെ ലെഡ്ജർ എടുത്താൽ മതി. ഇല്ലെങ്കിൽ അപ്പുറം പോയി പേപ്പർ മറിച്ച് അവിടെ നിന്ന് എടുത്ത് ഇവിടെ നിന്ന് എടുത്ത് ഇതൊക്കെ ആവുന്ന സമയത്ത് എപ്പോഴൊക്കെ എന്തുണ്ടാവും? ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പൊ അക്കൗണ്ട്സിൽ എപ്പോഴും ശ്രദ്ധിക്കണം. കാര്യം എന്ത് ഇവന്റ് നടന്നു കഴിഞ്ഞാലും പണപരമായിട്ടുള്ള ഒരു സംഭവം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സാധനം അപ്പം റെക്കോർഡ് ചെയ്യണം. അത് കൊടുത്തോ കൊടുത്തിട്ടില്ലേ എന്നുള്ളത് മറ്റൊരു പാർട്ടാണ്. ഇവിടെ എന്ത് ചെയ്യണം? അത് റെക്കോർഡ് ചെയ്യണം. അതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞത്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ലാബിലിറ്റി ആണ്. കൊടുക്കേണ്ട സമയമായിട്ടും കൊടുക്കാത്ത എക്സ്പെൻസിനെയാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയാം. ഇത് സാലറി ആയിട്ട് വരും, റെന്റ് ആയിട്ട് വരും, കമ്മീഷൻ ആയിട്ട് വരും, ഇൻട്രസ്റ്റ് ആയിട്ട് വരും. മറ്റേതെങ്കിലും തരത്തിലുള്ള എക്സ്പെൻസ് കൊടുക്കേണ്ട സമയമായിട്ടും കൊടുത്തിട്ടില്ലെങ്കിൽ അതൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിനകത്ത് വരും. ഇത് കറണ്ട് ലാബിലിറ്റി ആണെന്ന് മനസ്സിലാക്കി എക്സ്പെൻസ് ആയിട്ട് ഇതിനെ എന്ത് ചെയ്യരുത്? കൺഫ്യൂഷൻ ആയിട്ട് വരരുത്. ക്ലിയർ ആയില്ല? വെറുതെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഇന്റർവ്യൂലൊക്കെ ഇങ്ങനെ ചോദിക്കും. ഇത് ചോദിച്ചാൽ തന്നെ ഉറപ്പാണ് അവനെ പണി അറിയില്ല എന്നുള്ളത്. ഇന്നെ പോലത്തെ ആളുകളാണ് ഇങ്ങനെ കുരുട്ട് ചോദ്യം ചോദിക്കുക. അതിന് അർത്ഥം എന്താ? നിങ്ങൾക്ക് ആ പണി അറിയോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സെറ്റ് ആയോ? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫൈനലൈസേഷന്റെ സമയത്ത് ഈ ഒരു എൻട്രിയോടെ വരൂലേ? മാർച്ച് 31 സാലറി നമ്മൾ ഏപ്രിലല്ലേ കൊടുക്കുന്നത്? അപ്പൊ ആ ഒരു എൻട്രിയോടെ വരൂലേ? ആ എൻട്രി അപ്പോഴേക്ക് റെക്കോർഡ് ആയില്ലേ? ഏപ്രിലോ മാർച്ചോ നീ കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളെ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കോ കൊടുത്തതൊക്കെ മുതലാളിന്റെ പാട്ടാണ്. നമ്മളെ പാട്ടെന്താ? പണിയെടുക്കാന്നുള്ളതാണ്. കാരണം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് പേബിൾ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഫേമിന്റെ പ്രോഫിറ്റ് കൂടൂലേ? എങ്ങനെ?
അത് പ്രോഫിറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില് പ്രോഫിറ്റ് കൂടൂലേ പേബിൾ ആയിട്ട് നിർത്തുമ്പോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെ പ്രോഫിറ്റ് കൂടുക? സാലറി പേബിൾ എന്നും കൂടില്ലല്ലോ. പറഞ്ഞ് നമ്മൾ ആ മാസത്തെ ചെലവുകൾ ആ മുഴുവൻ എക്സ്പെൻസ് അക്കൗണ്ടിൽ മൊത്തം ചെലവായില്ലേ? കാണിക്കണല്ലോ. അല്ല, നമ്മൾ മാർച്ചിലെ പേയ്മെന്റ് നമ്മൾ ഏപ്രിലാണല്ലോ കൊടുക്കുന്നത്. ആ അപ്പൊ നമ്മൾ ആ എൻട്രി അവിടെ പാസ് ചെയ്യുമ്പോ P&L ആ എമൗണ്ട് വരൂലേ? സാലറി വരും, പേബിൾ. എക്സ്പെൻസ് ആയിട്ട് വരും. ആ എക്സ്പെൻസ് ക്രെഡിറ്റ് സൈഡിലല്ലേ വരുന്നത്? അതായത് മാർച്ച് 31 അനുക്ക, ആ മാർച്ച് 31 70,000 രൂപ റെന്റ് കൊടുക്കണം. ഉം. 70,000 രൂപ റെന്റ് കൊടുക്കണം. നമ്മൾ അന്നാണ് കൊടുത്തില്ല. നമ്മൾ മാർച്ച് 31 നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യല്ലേ? യെസ്. മന്ത് എൻഡ് ക്ലോസിംഗ് ആണ്, ഇയർ എൻഡ് ക്ലോസിംഗ് ആണ്. രണ്ടും ഒരേ സമയത്ത് മന്ത് എൻഡ് ക്ലോസിംഗ് നടക്കുന്നുണ്ട്, ഇയർ എൻഡ് ക്ലോസിംഗ് നടക്കുന്നുണ്ട്. യെസ്. അപ്പൊ ആ മാസം എന്ത് ചെയ്യുക? 70,000 രൂപ റെന്റ് അക്കൗണ്ട് അപ്ലൈ ടു അയാളുടെ ബിൽഡിംഗ് ഓണറുടെ പേരാണ്ട് ലെഡ്ജർ ഒരു ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ആ മുഴുവൻ എമൗണ്ട് എക്സ്പെൻസ് ആയി കാണിക്കും. നമുക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റ് നിന്ന് ആ എമൗണ്ട് എക്സ്പെൻസ് അല്ല, അതുകൊണ്ട് ആ എമൗണ്ട് കുറയും ചെയ്യും. കൊടുക്കാനുണ്ട് എന്നുള്ളതല്ലേ, അത് ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിലൂടെ വന്ന് കിടക്കണുണ്ടോ? സാർ ആ അതെ, ഞാൻ എൻ്റെ കമ്പനിയില് 14th നമ്മള് റെന്റ് കൊടുക്കുക. ഇല്ല, ലാസ്റ്റ് ഒരു കാര്യമുണ്ട്. സാറേ ഞാൻ ചോദിച്ചതേ, ഇപ്പൊ ഒറ്റ ഓൾറെഡി തീർക്കട്ടെ, പറഞ്ഞോളെ അശ്വിനി. സാർ അപ്പൊ 14th നമ്മളെല്ലാ മന്തും 14th കൊടുക്കുക. അപ്പൊ ഓൾറെഡി നമുക്ക് റെന്റിന്റെ എൻട്രി അതിൽ വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമ്മള് ലാസ്റ്റ് മന്ത് എൻഡില് നമ്മള് ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ കാണിക്കണോ? ആ അപ്പൊ രണ്ട് എൻട്രി വരില്ലേ റെന്റിന്റെ? എങ്ങനെ കാണിക്കാം? ഒന്നും ഒറ്റ എൻട്രി ആ കഴിഞ്ഞ മാസം, ഇപ്പം ഈ മാസം കഴിഞ്ഞ മാസത്തെ സാലറി ഈ മാസം 15 കൊടുക്കുക, അതല്ലേ നിങ്ങളുടെ പരിപാടി? അതായത് ഒരു മാസം സാലറി അടുത്ത മാസം 15 കൊടുക്കുന്ന പരിപാടി കൊടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? കഴിഞ്ഞ മാസം തന്നെ അതിന്റെ ഡ്യൂ എൻട്രി പാസ്സാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഡ്യൂ എൻട്രി ചെയ്തേണ്ട ആവശ്യമില്ല, ഔട്ട്സ്റ്റാൻഡിങ് എൻട്രിന്റെ ആവശ്യമില്ല. അപ്പൊ ഡബിൾ ആവില്ലേ? നിങ്ങൾ ആ 31 കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവന്റെ ലെഡ്ജറിലേക്ക് പേയ്മെന്റ് ചെയ്താൽ മതി. അതെ, അല്ല നമ്മള് ടാലി അല്ല യൂസ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ. ഏതിലായാലും അങ്ങനെ തന്നെയാണ്. കുഴപ്പമില്ല അല്ലേ? ഏതിലായാലും ജേണൽ നമ്മൾ ചെയ്യണം. ഓക്കെ നമുക്കിതിൽ ജേണലില്ല, നമ്മൾ ഇങ്ങനെ എൻട്രീസ് ഇടാൻ നമുക്ക് കുറച്ച് ഹെഡ് ഉണ്ട്. ജേണൽ എൻട്രി 8 വരുന്നില്ല ഇതില്. ഏത് സോഫ്റ്റ്വെയർ ഏതാ? വ്യാപാർ എന്ന് പറഞ്ഞിട്ട്. വ്യാപാറില് എനിക്കൊന്ന് സാധാരണ ഇതിൽ പർച്ചേസും സെയിൽസിനും വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതിനകത്ത് ജേണൽ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ട് തന്നെയാണ്. നമുക്ക് ചെയ്യാൻ പറ്റും. ലേറ്റസ്റ്റ് ആയിട്ട് വ്യാപാറിലെ ലേറ്റസ്റ്റ് ആയിട്ട് ജേണൽ എൻട്രിയുടെ പ്രൊവിഷൻ വന്നിട്ടുണ്ട്. അവർ നോക്കി പഠിച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പൊ വന്നതാണല്ലേ? റീസെന്റ് ഉണ്ടായിരുന്നില്ല ജേണലിൽ നമുക്ക്. ഞാൻ ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു വ്യാപാർ യൂസ് ചെയ്യുന്ന. ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാധനങ്ങൾക്ക് വേണ്ട കറക്റ്റ് റിസൾട്ട് ഉണ്ട്, കാരണം പേയ്മെന്റ് റെസിപ്റ്റ്സ് ഒന്നും കൃത്യമായിട്ട് ഓരോ ലെഡ്ജറായിട്ട് അസൈൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറെ കാലം മുമ്പ്. അതിനുശേഷം ഞാൻ ആ സാധനം യൂസ് ചെയ്തിട്ടില്ല. അതിനകത്ത് ഈ ഒരു പ്രോബ്ലം ഒന്നുണ്ടായിരുന്നു, ജേണൽ ചെയ്യാനും കഴിയാത്ത. അതേപോലെ തന്നെ റെസിപ്റ്റുകൾ സപ്ലൈയുടേതല്ലാത്ത റെസിപ്റ്റുകൾ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൂടി അന്നുണ്ടായിരുന്നു. അതിപ്പോ സോൾവ് ആയിട്ടുണ്ടോ എനിക്കറിയില്ല. സോൾവ് ആയിട്ടുണ്ട്. സോൾവ് ആയിനോ? അത് സോൾവ് ആയിട്ടുണ്ട്. നമുക്ക് ബിൽസ് എൻട്രി ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ല, സപ്ലയറുടേത് അല്ലാത്ത ഇൻകംസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഉദാഹരണം അതർ ഇൻകം, വേറെ വേറെ ഓരോ ഇൻകം റെക്കോർഡ് ചെയ്യാൻ മുമ്പ് അത് പറ്റിയില്ലായിരുന്നു. ഇപ്പൊ എന്താന്ന് വെച്ചാല് അവര് വ്യാപാർ വളരെ എലാബറേറ്റ് ആയിട്ട് മലയാളം അറിയാവുന്ന എക്സിക്യൂട്ടീവ്സിനെ വെച്ചിട്ട് ഫീഡ്ബാക്ക് എടുക്കുന്നു, നമ്മുടെ കംപ്ലൈന്റുകൾ പരിഹരിക്കുന്നു. നമ്മുടെ ഫീഡ്ബാക്ക് എടുത്തിട്ട് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ അവരുടെ സോഫ്റ്റ്വെയറിനകത്ത് ചേഞ്ചസ് വരുത്തുന്നു. അത് കോമൺ ആയിട്ട് അവരതിന്റെ എഫിക്കസി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കോമൺ ആയിട്ട് അപ്ഡേഷൻ നടത്തുന്നു. അതാണ് ഇപ്പൊ ചെയ്യുന്നത്. വെരി ഗുഡ്. ഓക്കെ, ഞാൻ മുമ്പ് ഞാൻ ഉപയോഗിച്ചാൽ എനിക്കൊണ്ട് ഒരു 1.5-2 വർഷം മുന്നെയാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട വ്യാപാരവുമായി ബന്ധപ്പെട്ട് എനിക്ക് അറിയുന്നത്. അതിനുശേഷം എനിക്ക് ഉപയോഗിച്ച് പരിചയമില്ല. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ GST-യുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ HSN കോഡുമായി ബന്ധപ്പെട്ട കുറെ പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പോൾ HSN റിപ്പോർട്ട് എടുക്കാനൊക്കെ അതിനകത്ത് കുറെ അപ്ഗ്രേഡ് മാറ്റം വരുത്തണമെന്നാണ് അവരെ ചെയ്തിട്ടുണ്ടാവും. കൂടുതൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. വളരെ മിനിമം കോസ്റ്റ് ആണ്, 1000-നുള്ളിൽ തന്നെ ഒതുങ്ങും തോന്നുന്നു മന്ത്ലി, അല്ലേ?
അങ്ങനെയുള്ള അതിൽ പ്ലാനുകളൊക്കെയാണ് നമുക്ക് വരുന്നത്. അക്കൗണ്ട്സ് ചെയ്യണമെന്നില്ല, അക്കൗണ്ട്സ് അറിയണമെന്നില്ല, ജസ്റ്റ് എൻട്രി ഇടാൻ നമുക്കൊരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആ റിപ്പോർട്ടിൽ അതിന്റെ അപ്പുറത്തേക്കുള്ള റിപ്പോർട്ടിനകത്ത് ഈ സാധനങ്ങൾ കിട്ടൂല. അതിനകത്ത് കിട്ടുന്ന ബേസിക് സാധനങ്ങളെ കിട്ടുള്ളൂ. ഇല്ല, ഇപ്പോഴും അവരുടെ റിപ്പോർട്ട്സ് പക്ക അല്ല. അതായത് ഇൻ ദ പ്രിവ്യൂ ഓഫ് അക്കൗണ്ട് അവരുടെ റിപ്പോർട്ട്സ് പക്ക അല്ല. അല്ലെന്നാണോ? അതെ, നമുക്ക് അല്ല നോക്കിയാൽ അല്ല അത്ര അല്ല അല്ല, പക്ക അല്ല. ഓക്കെ ഓക്കെ. അപ്പൊ അതാണ് അതായത് നമുക്ക് എന്തുണ്ടല്ലോ, നമ്മൾ ആ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയണ്ട, അവര് ആ ഒരു വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യേണ്ട മിനിമം കാര്യങ്ങൾ അതിനകത്ത് ചെയ്ത് ചെറിയ എമൗണ്ടിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാന്നായിരിക്കും ആ കമ്പനി ഉദ്ദേശം. പർച്ചേസും സെയിലും എൻ്റർ ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങൾ ചെയ്യാം, റെസിവബിൾസും പേയബിൾസും ഒക്കെ ഇട്ട് അത്ര മാത്രമേ അവർ ഉദ്ദേശിച്ചുള്ളൂ. തുടക്ക കാലഘട്ടത്തിൽ അത്രയായിരുന്നു ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിൽ അവർ സക്സസ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ, എല്ലാ സോഫ്റ്റ്വെയർക്കും അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവും. പക്ഷെ എന്തായാലും അതൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്നുള്ള രീതിയിലല്ല, ഒരു പർച്ചേസും സെയിൽ അടിക്കാനുള്ള ഒരു ഇൻവെന്ററി സോഫ്റ്റ്വെയർ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അങ്ങനെ കണ്ടാൽ മതി. ഓക്കെ ഓക്കെ സാറേ. അല്ല, അതിലേ വേറെ കാര്യമുണ്ട്. ഇപ്പൊ അവർക്ക് ചോദിച്ചതും പറഞ്ഞതും സാലറി പേയബിള് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ്, റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് ഒക്കെയാണ് അവർ സംശയം പറഞ്ഞത്. ഇതിൽ അതിനപ്പുറം സാധാരണ ഒരു ഫേമിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ആക്കി ഇൻകം ടാക്സ് ഒക്കെ അടച്ചു വരുമ്പോഴത്തേക്കും ടാക്സ് ഓഡിറ്റ് ഉള്ളതാണെന്ന രീതിയിൽ മാർച്ച് 31 കഴിഞ്ഞ് മുമ്പോട്ടേക്ക് പോകും, ചിലപ്പോൾ സെപ്റ്റംബർ ഒക്കെ ആവും. പ്രീവിയസ് ഇയറിൻ്റെ അക്കൗണ്ട് ഫൈനലൈസ് ചെയ്യുന്ന സമയത്തേ ഉള്ളൂ ഇൻകം ടാക്സ് ലയബിലിറ്റി എത്രയാണെന്ന് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ പോലും. അതുവരെയും പ്രീവിയസ് ലാസ്റ്റ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി ആയിട്ട് കാണിച്ചും കൊണ്ടാണ് ആ ബാലൻസ് ഷീറ്റ് ക്ലോസ് ചെയ്തിട്ട് അടുത്ത വർഷം ആ ഇൻകം ടാക്സ് അടയ്ക്കുന്നത്. അതുകൊണ്ട് സാർ ഒന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ഇതിനകത്ത് പറയാം, ടാലി ഒക്കെ ചെയ്യുന്ന സമയത്ത് പറയാം. എനിവേ, ഇപ്പൊ ആ സോഫ്റ്റ്വെയർ ഈ സോഫ്റ്റ്വെയറിൽ എന്തായാലും ഇത്രയുള്ള വിഷയങ്ങൾ. എല്ലാ മാസവും നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യുന്ന സമയത്ത് വൃത്തിയിൽ ഡ്യൂ എൻട്രി ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ കറണ്ട് ലയബിലിറ്റി വീണ്ടും വീണ്ടും നിങ്ങളുടെ അക്കൗണ്ട്സിനകത്തേക്ക് കയറി വരില്ല. അങ്ങനെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് രണ്ടാമത് ചെയ്ത് വരുന്നിടത്താണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ രണ്ടാമത് ഇത് വരുന്ന ഒരു സാഹചര്യം അക്കൗണ്ട്സിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരോ അക്കൗണ്ടന്മാരും എന്ത് ചെയ്യാം, ശ്രദ്ധിക്കുക. എന്ത് ഇവന്റ് നടന്നു കഴിഞ്ഞാലും ആ സംഭവം റെക്കോർഡ് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് ചോദിക്കും. അതായത് നമ്മളിപ്പം സാറ് പറഞ്ഞല്ലോ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞ് നമ്മളെ പിന്നെ അതിന്റെ ആവശ്യമില്ല. ആ സമയത്ത് ചെയ്യാത്ത ആളുകൾക്കാണ് ഈ ഒരു രണ്ടാമത്. അപ്പൊ പിന്നെ ജസ്റ്റ് ബാലൻസ് ഷീറ്റിൽ പേയബിൾസ് എന്ന് പറഞ്ഞ് മാത്രം ലയബിലിറ്റി സൈഡിൽ കാണിച്ചാൽ മാത്രം മതി. മതി. ഓക്കെ ഓക്കെ. ഇനി രണ്ടാമത്തത് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഇതും നമ്മുടെ കമ്പനിയിൽ നമ്മൾ ചെയ്യേണ്ട സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റുകളാണ്. ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാക്കുന്ന അഡ്ജസ്റ്റ്മെന്റ്. ഈ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചൊറയാണ്. ഈ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ തന്നെ ഈ പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കറണ്ട് അസറ്റ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് ബ്രാക്കറ്റിൽ എഴുതി വെക്കുക, കറണ്ട് അസറ്റ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് നമ്മൾ എക്സ്പെൻസ് എന്നായിരിക്കും എക്സ്പെൻസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്ത്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് ആണ്. അപ്പൊ അതിനൊരു മലയാളത്തിൽ പറയുകയാണെങ്കിൽ കൊടുക്കേണ്ട സമയത്തിന് മുമ്പേ കൊടുത്തു തീർത്ത ചെലവിനെയാണ് നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയാം. കൊടുക്കേണ്ട സമയത്തിന് മുന്നേ കൊടുത്തു തീർത്ത എക്സ്പെൻസിനെ, ചെലവിനെയാണ് നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയാം. ഉദാഹരണം, ഒരു കമ്പനിയുടെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് 10,000 രൂപയാണെന്ന് വിചാരിക്കാം. ഒരു കമ്പനിയുടെ ഇൻഷുറൻസ് 10,000 രൂപയാണെന്ന് വിചാരിക്കാം. എന്നാൽ ഈ കമ്പനി 20,000 രൂപ അടച്ചു എന്ന് വിചാരിക്കും. കമ്പനി ഇൻഷുറൻസ് എത്ര? 10,000. കമ്പനി എത്ര അടച്ചത്? 20,000 രൂപ അടച്ചു. ഇത് എത്ര രൂപ അധികം അടച്ചിട്ടുണ്ട്? എത്ര രൂപ അധികം അടച്ചിട്ടുണ്ട്? 10,000 ഈ 10,000 ആണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞ എക്സ്പെൻസിന് ഓൾറെഡി അടക്കാനുള്ള എമൗണ്ട് 10,000 ആണ്. നമ്മൾ അവിടെ 20,000 അടച്ചു, അധികമായിട്ട് 10,000 അടച്ചു. ഈ എക്സ്പെൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? കറണ്ട് അസറ്റ്. ഇത് എന്തുകൊണ്ടാ കറണ്ട് അസറ്റ് ആവുന്നത്? അത് നമ്മൾ ഏൺ ചെയ്തിട്ടില്ലല്ലോ, അതിന്റെ സർവീസ് നമുക്ക് കിട്ടിയിട്ടില്ല, അത് കാരണം കൊണ്ട് നമ്മളെ പൈസയാണ് നമുക്ക് കിട്ടാനുള്ളതാണ്. ഇൻ കേസ് നമ്മൾ ഈ കമ്പനി ആയിട്ട് മുമ്പോട്ടേക്ക് പോകുന്നില്ലെങ്കിൽ ആ എമൗണ്ട് അവരെന്ത് ചെയ്യണം? നമുക്ക് റീഫണ്ട് ചെയ്യണം. തരണം.
ഇനി ഒരാളുടെ സാലറി പിടിച്ചോളെ, ഒരാളുടെ സാലറി 20,000 രൂപയാണ്. നമ്മൾ അയാൾക്ക് 30,000 രൂപ കൊടുത്തു. 10,000 രൂപ എന്താണ്? പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. ഇനി ഈ മനുഷ്യൻ ഈ മാസം പണിയെടുത്തിട്ട് നിർത്തിപ്പോയാൽ ആ 10,000 രൂപ എന്ത് ചെയ്യണം? നമ്മളെ അത് നമുക്ക് കയ്യിൽ തിരിച്ചു തരണം. നമ്മളെ കയ്യിൽ നിന്ന് പോയിന്നല്ല, ആ കായ് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചു സോ നമ്മുടെ അസറ്റ് ആണ് അയാളുടെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രീപെയ്ഡ് എക്സ്പെൻസിനെ കറണ്ട് അസറ്റ് എന്ന് വിളിക്കാം. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, കൊടുക്കേണ്ട സമയത്തിന് മുന്നേ കൊടുത്ത എക്സ്പെൻസിനെയാണ് നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് വിളിക്കാം. അഡ്വാൻസ്. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയല്ലോ? അപ്പൊ അതിന്റെ ജേർണൽ എൻട്രിയും കൂടി എഴുതി വെച്ചോളി. പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു എക്സ്പെൻസ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്രീപെയ്ഡ് എക്സ്പെൻസ്. സാലറി ആണെങ്കിൽ സാലറി, പ്രീപെയ്ഡ് അഡ്വാൻസ് സാലറി ടു എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യാം? അതിനെ മാർക്ക് ചെയ്യാം. സെറ്റ് ആണല്ലോ? കൂടുതലൊന്നും പറയണ്ട, അത് നമ്മൾ കൃത്യമായിട്ടും റെക്കോർഡ് ചെയ്യാം. ആ ഒരു മൊമെന്റ് തന്നെ റെക്കോർഡ് ചെയ്യാം. ഇപ്പൊ സാലറിന്റെ കേസിലാണ് സാധാരണ രീതിയിൽ ഇങ്ങനെ വരികയാണെങ്കിൽ സാലറിന്റെ ഡ്യൂ എൻട്രി ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇട്ടു എന്ന് വിചാരിക്കും. നോക്കെ, ഈ ഒരു കേസുകൾ UAE അവിടെ ഇവിടെ അധികം ഏറ്റവും കൂടുതൽ ഉണ്ടാവണം. ഈ സാലറി അഡ്വാൻസ് വാങ്ങി പോകുന്ന ആളുകൾ, ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ആണെങ്കിൽ സാധനങ്ങൾ എടുത്തിട്ട് പോകുന്ന ആളുകൾ, ഇതിന്റെ സാലറിന്ന് കട്ട് ചെയ്ത ആളെ, സാലറിന്ന് കുറച്ച ആളെ എന്നൊക്കെ പറയുന്ന കേസുകളൊക്കെ ഈ പ്രീപെയ്ഡ് എക്സ്പെൻസ് കാറ്റഗറിയിലാണ് വരുന്നത്. ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ വീട്ടിലേക്കുള്ള ആവശ്യമുള്ള സാധനം അല്ലേ, ഇത് സാലറിക്ക് അഡ്ജസ്റ്റ് ചെയ്താളി, മാസം ലാസ്റ്റ് അതിന് കുറക്കുക എന്ന് പറഞ്ഞ് പോകുന്ന സാധനങ്ങളൊക്കെ ഇതേപോലെ തന്നെയാണ്. ചിലപ്പോൾ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, ആ മാസം സാലറി കഴിഞ്ഞു, അടുത്ത മാസം ആവുന്നതിന് മുമ്പേ വാങ്ങുന്ന ക്യാഷുകൾ, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എന്താണ്? കമ്പനീന്റെ അസറ്റ് തൽക്കാലം അങ്ങോട്ടേക്ക് കൊടുക്കാണ്. ഇനി ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാലേ കമ്പനിക്ക് അതൊരു എക്സ്പെൻസ് ആയിട്ട് വരെ എന്ത് ചെയ്യുന്നുള്ളൂ? മാറുന്നുള്ളൂ. അപ്പൊ ഈ ഒരു സാലറി അഡ്വാൻസിന്റെ കേസിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല്, നമ്മള് ആദ്യം സാലറി ഇപ്പൊ എന്ന് പറഞ്ഞ ഒരാൾക്ക് സാലറി കൊടുക്കാണ്ട്, അപ്പൊ എന്ത് ചെയ്യും? സാലറി അക്കൗണ്ട് ഇപ്പൊ ഒരു 10,000 രൂപയാണ് സാലറി കൊടുക്കുകയാണെങ്കിൽ സാലറി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സാലറി എന്ന് കാണിക്കും. അപ്പൊ എന്റെ അക്കൗണ്ടിൽ 10,000 രൂപ കൊടുക്കാനുള്ളതായിട്ട് കാണിക്കും അല്ലെ? അങ്ങനെ ആ ഒരു എമൗണ്ട് കൊടുത്തു, പിന്നെ ആ എമൗണ്ട് 0 ആണ്, അതിനകത്തേക്ക് ഒന്നും കൊടുക്കാനില്ല. അപ്പൊ പെട്ടെന്ന് വന്ന് ചോദിക്കുകയാണ്, എനിക്കൊരു 10,000 രൂപ കൂടി വേണം. ഇപ്പൊ നോർമലി നമ്മുടെ അക്കൗണ്ട്സിൽ, അയാളുടെ അക്കൗണ്ട്സിലേക്ക് ഒരു 10,000 രൂപ പേയ്മെന്റ് അടിക്കാൻ ചെയ്യാം. പേയ്മെന്റ് അടിക്കുമ്പോൾ ബാലൻസ് ഷീറ്റിൽ കൃത്യമായിട്ട് തെളിഞ്ഞു വരും അയാൾ ഇങ്ങോട്ടേക്ക് തരാനുള്ളതായിട്ടുള്ള. എന്നിട്ട് ആ തരാനുള്ളേക്ക് പിന്നെ ഈ ഒരു മാസത്തെ സാലറി പ്രോസസ് ചെയ്യുമ്പോൾ ആ എമൗണ്ട് കൂടി കുറച്ചിട്ടുള്ള കറക്റ്റ് എമൗണ്ട് വരും. അപ്പോൾ ടാലി നമ്മൾ ചെയ്യുന്ന സമയത്ത് വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ ജസ്റ്റ് അതിനകത്ത് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ട സമയത്തിന് മുന്നേ കൊടുത്ത എക്സ്പെൻസിനെയാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇത് എക്സ്പെൻസ് അല്ല, പേരിൽ മാത്രമേ എക്സ്പെൻസ് ഉള്ളൂ. ഇതൊരു കറണ്ട് അസറ്റ് ആണ്. ക്ലിയർ ആയില്ലേ? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കിട്ടാനുള്ള ഭാഗത്ത് ഈ സാധനം അവിടെ കാണിക്കും. പ്രീപെയ്ഡ് എക്സ്പെൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിരിക്കുന്നു. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഡെപ്റ്റഡ് ടു പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു കറസ്പോണ്ടിങ് എക്സ്പെൻസ്. പ്രീപെയ്ഡ് ഇപ്പൊ സാലറി ആണെങ്കിൽ പ്രീപെയ്ഡ് സാലറി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സാലറി. കമ്മീഷൻ ആണെങ്കിൽ പ്രീപെയ്ഡ് കമ്മീഷൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു കമ്മീഷൻ. റെന്റ് ഒക്കെ കൊടുക്കുന്ന കേസൊക്കെ വരും. ഇപ്പൊ നമ്മളൊക്കെ നിൽക്കുന്ന ബിൽഡിങ്ങിനകത്ത് മുതലാളി എപ്പോഴും പറയും, എപ്പോഴെങ്കിലും ഇടക്കിടക്ക് വന്ന് ചോദിക്കും, പിന്നെ കുറച്ച് പൈസന്റെ ആവശ്യം ഉണ്ടായിരുന്നു, എന്താ ചെയ്യും? കുറച്ച് പൈസന്റെ ആവശ്യം ഇങ്ങനെ ഇടക്കിടക്ക് വരും. ചിലപ്പോൾ നമ്മളെ കഴിഞ്ഞ 2 മാസം മുമ്പൊക്കെ 4 മാസം സാലറി അയാളെ അക്കൗണ്ടിലേന് അഡ്വാൻസ് ആയിട്ട് അയാൾ വാങ്ങി, അയാൾക്ക് പ്രശ്നം വന്ന സമയത്ത്. അപ്പൊ പിന്നെ ഓരോ മാസം നമ്മൾ ഡ്യൂ എൻട്രി ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ അക്കൗണ്ട് ഇങ്ങനെ റെഡി ആയിട്ട് വരും. അപ്പൊ ഒരു 60,000 രൂപ മൂപ്പരെ കയ്യിലായിരുന്നു നമ്മളെ പൈസ. 4 മാസം അഡ്വാൻസ് ആയിട്ട് മൂപ്പര് വാങ്ങി, മൂപ്പർക്ക് എന്തോ ഒരു പ്രശ്നം വന്നപ്പോ. അപ്പൊ ഒരു മാസം കഴിഞ്ഞ സമയത്ത് നമ്മൾ എൻട്രി ഇട്ടു, സാലറി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സാലറി പേയബിൾ. അപ്പൊ 60,000 എന്ത് ചെയ്തു? ഒരു 10 കുറഞ്ഞു. 10 റുപ്യാണ് സാലറി എങ്കിൽ 10 കുറഞ്ഞു. അടുത്ത മാസം ആയപ്പോൾ പിന്നെ സാലറി കൊടുക്കണ്ട, അപ്പം 60 ഉള്ളത് 50 മാറും. അത് കഴിഞ്ഞിട്ട് വീണ്ടും എൻട്രി ഇടും, അപ്പൊ 50 ഉള്ളത് 40 മാറും. ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തു പോവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ക്ലിയർ ആവാം. എന്തായിരുന്നാ എങ്ങനെ ഈ അഡ്വാൻസ് ആയിട്ട് സാലറി വാങ്ങിച്ചല്ലോ, അപ്പൊ നമ്മള് അവിടെ എൻട്രി എങ്ങനെ പാസ് ചെയ്യും? അഡ്വാൻസ് ആയിട്ട് കൊടുക്കുമ്പോ എങ്ങനെ പാസ് ചെയ്യാം? എങ്ങനെ കൊടുക്കാം? അയാളെ പേര് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സാലറി
കൊടുത്താൽ അല്ല പറ്റും. സാർ ക്യാഷ് അപ്പൊ ആണെങ്കിൽ ഇനി രണ്ടിനിപ്പോ അല്ല ക്യാഷ് ആയിട്ടല്ലേ കൊടുക്കുന്നത്? ഇപ്പത്തെ ക്യാഷ് ലേറ്റസ്റ്റ് ആയിട്ട് ആയിട്ടുള്ള വരുമ്പോ അക്കൗണ്ട്സ് നോക്കാം. അല്ല ക്യാഷ് ഇപ്പത്തെ ആയിട്ടല്ലേ നമ്മൾ ലേറ്റസ്റ്റ് ഉള്ള അക്കൗണ്ട്സുകളിൽ രണ്ട് രീതിയിൽ ചെയ്യും. ഇപ്പൊ നേരത്തെ പറഞ്ഞ വ്യാപാരം പോലത്തെ സാധനങ്ങൾ നേരെ അയാളുടെ അക്കൗണ്ടിലേക്കാണ് പേയ്മെന്റ് അടിച്ചാൽ മതി. ക്യാഷ് സാലറിന്റെ ഒരു അടിക്കല്ലേ? കാര്യം വേണ്ട, നേരെ അയാളെ അക്കൗണ്ടിലേക്ക് നേരെ പേയ്മെന്റ് അടിക്കാം. പേയ്മെന്റിന്റെ വൗച്ചർ എടുക്കുക, നേരെ പേയ്മെന്റ് അയാൾക്ക് പേയ്മെന്റ് അടിച്ചു അയാളെ അക്കൗണ്ടിൽ കാണിച്ചാൽ അയാളെ പേയ്മെന്റ് അധികമായിട്ട് കാണിക്കും. അതാണ് സാർ. അപ്പൊ നമ്മളിപ്പോ നമ്മൾ ഇൻഷുറൻസിന്റെ കേസ് പറഞ്ഞില്ലേ, അപ്പൊ പ്രീപെയ്ഡ് എക്സ്പെൻസ് ലെറ്റർ ടു ക്യാഷ് എന്നല്ല കൊടുക്കണം നമ്മൾ മൊത്തമായിട്ട് പേ ചെയ്യുമ്പോൾ. പ്രീപെയ്ഡ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. ബാങ്ക് അത് ആണെങ്കിൽ കഴിഞ്ഞ് ബാങ്ക്. നമുക്ക് അപ്പൊ ആ എക്സ്പെൻസ് ഡ്യൂ ആവുമ്പോൾ കൊടുക്കണ എൻട്രി വരുന്നത് ഇപ്പൊ എക്സ്പെൻസ് സാലറി അക്കൗണ്ട് ടു ഇയാളുടെ പ്രീപെയ്ഡ് അക്കൗണ്ട് എക്സ്പെൻസ്. വരും. അപ്പൊ പ്രീപെയ്ഡ് എക്സ്പെൻസ് ലെറ്റർ ടു എക്സ്പെൻസ് എന്ന് പറഞ്ഞല്ലേ കാണിക്കേണ്ടത് ഡ്യൂ ഇപ്പൊ ആവുമ്പോ. സാലറി ഇപ്പൊ നമ്മൾ മന്ത്ലി ആണ് ഇൻഷുറൻസ് കൊടുക്കണമെന്ന് വിചാരിക്കും സാർ. ഇൻഷുറൻസ് മന്ത്ലി ആണ്, മന്ത്ലി പേ ചെയ്യാണ്. അപ്പൊ ഫസ്റ്റ് മന്ത് തന്നെ നമ്മൾ ആ ഇയറിൽ ഫുള്ളും പേ ചെയ്തു. അപ്പൊ നമ്മൾ ഫസ്റ്റ് മന്ത്ലി എൻട്രി പാസ് ചെയ്യണത് പ്രീപെയ്ഡ് എക്സ്പെൻസ് ലെറ്റർ ടു അല്ല ക്യാഷ് എന്ന് പറഞ്ഞ എൻട്രി പാസ് ചെയ്തു. അങ്ങനെയല്ല, എക്സ്പെൻസ് അക്കൗണ്ട് അപ് ടു എക്സ്പെൻസ് അക്കൗണ്ട് അപ് ടു അതിന് ഓപ്പോസിറ്റ്. നേരത്തെ കൊടുത്തല്ല, നമ്മളെ സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻസ് അല്ലേ നമ്മൾ മാറ്റിയിടുന്നത്. അല്ല മൊത്തം എമൗണ്ട് അല്ല ആ മാസത്തെ ഞാൻ പറഞ്ഞില്ല, ഒന്ന് നോക്കി അത് എക്സ്പെൻസ് വ്യക്തമാണ് പറഞ്ഞ രേഷ്മ വ്യക്തമാണ് പറഞ്ഞ. ഉദാഹരണം, ഒരു വർഷത്തേക്കുള്ള ഒരു ഇൻഷുറൻസ് ഒരു വർഷത്തേക്ക് ഒരു 12,000 രൂപയാണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഓരോ മാസം 1000 രൂപ പോകണം. ഇതാണ് നമ്മളെ പരിപാടി. നമ്മൾ എന്ത് ചെയ്തു, 12,000 രൂപ ആദ്യം ഒന്നിച്ചങ്ങോട്ട് കൊടുത്തു. ഈ 12,000 രൂപ ഒന്നിച്ചു കൊടുക്കുമ്പോ എങ്ങനെയായിരിക്കും വരിക? കമ്മീഷൻ അക്കൗണ്ട് അപ് ടു കമ്മീഷൻ അല്ല സോറി ഇൻഷുറൻസ് ഇൻഷുറൻസ് അക്കൗണ്ട് അപ് ടു ക്യാഷ് ആണോ? ആദ്യം ജേണൽ എങ്ങനെ ചെയ്താ? ആദ്യം ജേണൽ ചെയ്യണോ? ഈ ഒരു എക്സ്പെൻസിന്റെ ജേണൽ എങ്ങനെ ചെയ്യാം? പ്രീപെയ്ഡ് ഇൻഷുറൻസ് ടു ഇൻഷുറൻസ്. ഇൻഷുറൻസ് അക്കൗണ്ട് അപ് ടു ഓക്കെ, ഇൻഷുറൻസ് അക്കൗണ്ട് അപ് ടു ആ ഇൻഷുറർ പേരിലുള്ള ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ ജേണൽ ചെയ്യും. മനസ്സിലായോ? ഇല്ല, അപ്പൊ എന്താ കാണിക്കാം? 1000 അക്കൗണ്ട് അപ് ടു എങ്ങനെ ഉണ്ടാവുക? നോക്കേ, കൺഫ്യൂഷൻ ആയിട്ടോ, കൺഫ്യൂഷൻ ആവല്ലേ, ആകെ ചക്കക്കുട്ടനാക്കല്ലേ. ഇവിടെ നോക്കി എങ്ങനെ കൺഫ്യൂഷൻ വരണ്ട. കൺഫ്യൂഷൻ വരുമ്പോഴേ ഇത് റെഡി ആവുള്ളൂ. എങ്ങനെ വന്നാലത് മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ ഈസി ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒന്നും ക്ലിയർ ആവില്ല. നമുക്ക് നോക്കാം. നമുക്ക് ഇൻഷുറൻസ് ആണ്, നന്നായി ശ്രദ്ധിച്ചോളെ. തെറ്റാണ് തെറ്റിക്കോടെ, കുഴപ്പമില്ല. ഇൻഷുറൻസ് നമുക്ക് ഒരു മാസം വരുന്നത് 1000 രൂപയാണ്. ശ്രദ്ധിക്കേ, 1000 രൂപ. അപ്പൊ ഒരു മാസം 12 മാസത്തേക്ക് എത്ര വരും? 12,000. 12 മാസത്തേക്ക് 12,000 രൂപ വരും. നമ്മള് ക്യാഷ് ആയിട്ട് ബാങ്കിൽ നിന്ന് എന്ത് ചെയ്തു? 12,000 രൂപ അയച്ചു കൊടുത്തും ചെയ്തു. 12,000 രൂപ അയച്ചു കൊടുത്തു ചെയ്തു. ഇത് രണ്ടും സംഭവിക്കുന്നത് 1/1/2025 വിചാരിക്കും. ഇതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനകത്ത് 2 അക്കൗണ്ടുകളാണുള്ളത്. ഒന്ന് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ 3 അക്കൗണ്ടാണുള്ളത്. ഒന്ന് ഇൻഷുറൻസ് പറഞ്ഞ ഒരു അക്കൗണ്ട് ഉണ്ട്. രണ്ടാമത്തത് ഇൻഷുറൻസ് കമ്പനി ഉണ്ട്. മൂന്നാമത്തത് നമ്മളെ ബാങ്ക് ഉണ്ട്. ഇത് മൂന്നിനെയും വെച്ചിട്ടാണ് ഈ കളികൾ മുഴുവൻ എന്ത് ചെയ്യണത് നടക്കാണ്. ഇപ്പൊ ഇത് ബാങ്കിന്റെ ലെഡ്ജർ, ഇത് ഇൻഷുറിന്റെ ലെഡ്ജർ, ഇത് പ്രീപെയ്ഡ്, ഇത് ആ കമ്പനി കേട്ടോ. ഇത് ഇൻഷുറിന്റെ ലെഡ്ജർ, ഇത് ഇൻഷുറൻസ് കമ്പനിയുടെ ലെഡ്ജർ, ഇത് ബാങ്കിന്റെ ലെഡ്ജർ. ഇത് മൂന്നാണ് ഇതിനകത്തുള്ള കളിക്കാര്. ഇത് ഇൻഷുറൻസ് കമ്പനിയാണ്. ഡൗട്ട് ഉണ്ടല്ലേ? ഇൻഷുറൻസിന് അപ്പൊ പിന്നെ വേറെ നമുക്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വരുമോ? ഇല്ല. ഇൻഷുറൻസ് എന്നുള്ള എക്സ്പെൻസ് എന്നുള്ള ഈ സംഭവം വന്നു. ഇത് എന്തോ ഒരു കമ്പനിന്റെ പേരാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് ഫസ്റ്റത്തെ മാസം 1000 രൂപയാണ് നമ്മൾ കൊടുക്കാനായത്. അപ്പൊ അതിന് ജേണൽ എൻട്രി ഇങ്ങനെ വരിക: ഇൻഷുറൻസ് ടു ഇൻഷുറൻസ് കമ്പനി. അപ്പൊ എത്ര വരിക? 1000 ടു 1000. ഇങ്ങനെയാണ് ഇതിന്റെ ആദ്യത്തെ ജേണൽ എൻട്രി വരിക, ജനുവരി 1-ാം തീയതി. അപ്പൊ എന്ത് ചെയ്യുക? ഇൻഷുറൻസിന്റെ ഡെബിറ്റ് സൈഡിൽ ഇൻഷുറൻസിന്റെ 1000 രൂപ കൊടുക്കാനുള്ളതായിട്ട് വരും. ഇൻഷുറൻസ് കൊടുത്തായിട്ട് വരും. 1000 രൂപ എൻട്രി കൊടുക്കണം നിർബന്ധം വരുമോ? നമ്മൾ അപ്പൊ അത് പേ ചെയ്യുമ്പോ അത് അങ്ങനെ കാണിച്ചാൽ മതിയോ? ഓരോ മാസത്തും കാണിക്കണം. അതാണ് നമ്മൾ പറഞ്ഞത് ഔട്ട്സ്റ്റാൻഡിംഗ്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മളെ ഈ അഡ്വാൻസ് ടാക്സ് അവിടെ ഒക്കെ പ്രശ്നം വരും.
കാരണം നമ്മൾ എക്സ്പെൻസ് ബുക്ക് ചെയ്ത്, കാരണം ശരിക്കും അവിടെ കാണിക്കുന്ന സമയത്ത് ബാലൻസ് ഷീറ്റ് ഇങ്ങോട്ടേക്ക് കിട്ടാനുള്ളതായിട്ട് ശരിക്കും വരും. 12,000 അധികം കാണിച്ചില്ലേ? ഇങ്ങോട്ട് കിട്ടാനുള്ള എമൗണ്ട് ആയിട്ട് വരണ്ടേ? അപ്പം ഇവിടെ എന്ത് ചെയ്യും? ഒരു 7,000 രൂപ, സോറി 1,000 രൂപ ഇൻഷുറൻസ് അടിച്ചായിട്ട് കാണിക്കും. ഇൻഷുറൻസിന്റെ കമ്പനീന്റെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നേരിട്ട് 12,000 രൂപ ഇൻഷുറൻസ് കമ്പനി കൊടുക്കും. അപ്പൊ ഇൻഷുറൻസിന്റെ കമ്പനിയുടെ കയ്യിൽ 12,000 രൂപ ഉള്ളതായിട്ട് എന്ത് ചെയ്യും? കമ്പനിയിൽ വരും. ഇനി ഓരോ മാസം ഇങ്ങനെ എന്ത് ചെയ്യും? ജേണൽ ചെയ്ത് 1,000 രൂപ 1,000 രൂപ ഇങ്ങനെ 12 ജേണൽ ആകുമ്പോഴേക്കും എന്താ ചെയ്യും? ഇൻഷുറൻസിന്റെ കമ്പനി എന്തായി മാറും? സീറോ. ഇതാണ് അപ്പൊ ഈ പേയ്മെന്റ് ചെയ്യണ ബാങ്കിന്റെ എൻട്രി എപ്പോഴാ വരുന്നതെന്നാണ്? ബാങ്കിന് 1-ാം തീയതി നേരെ പേയ്മെന്റ് അടിച്ച് കാണിക്കും. ഇൻഷുറൻസ് കമ്പനിക്ക് പേയ്മെന്റ് ആയിട്ട് കാണിക്കും. ഇൻഷുറൻസിലേക്കല്ല പേയ്മെന്റ് ചെയ്യേണ്ടത്, ഇൻഷുറൻസ് കമ്പനിയിലേക്ക് പേയ്മെന്റ് ചെയ്യണം. കമ്പനിയിലേക്കാണ്. അപ്പൊ ഇൻഷുറൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻഷുറൻസ് കമ്പനി 1000 കാണിക്കും. ഇൻഷുറൻസ് കമ്പനി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എൻട്രി നമ്മൾ അപ്പൊ തന്നെ പാസ് ചെയ്യും, പേയ്മെന്റ് ചെയ്ത അപ്പൊ തന്നെ. ഇത് ഓരോ മാസം എന്ത് ചെയ്യണം? ഈ ഡ്യൂ എൻട്രി നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തു പോകണം. കാണിക്കണം. അപ്പോഴാണ് ഇവിടെ സീറോ ആവുക. ഇത് കറക്റ്റ് ആയിട്ട് ചെയ്ത ഈ പ്രീപെയ്ഡ് എക്സ്പെൻസിന്റെ കറണ്ട് അസറ്റിന്റെ പ്രശ്നം ഉണ്ടാവില്ല. ഇത് UAE പോലെ, UAE ഏറ്റവും കൂടുതൽ ഈ മറ്റേ റെന്റിന്റെ കേസ് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അക്കൗണ്ട്സിൽ ഉണ്ടാകുന്ന ഇതാണ്, ഇവർക്ക് അഡ്വാൻസ് ചെക്കുകൾ കൊടുക്കണം, അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ക്യാഷ് കൊടുക്കണം, PDC പോസ്റ്റ് ചെക്ക്, ഇങ്ങനത്തെ ഒരുപാട് പരിപാടികളുണ്ട്. ഫുൾ എമൗണ്ട് കൊടുത്താൽ തന്നെ അവർക്ക് ബിൽഡിംഗ് കിട്ടുള്ളൂ. നാട്ടിലെ മാതിരി ഒരു മാസം നിന്നിട്ട് ആ മാസം കൊടുക്കുക എന്നുള്ള പരിപാടി ഒന്നുമില്ല. അഡ്വാൻസ് ആയിട്ട് ചിലപ്പോൾ ആ കൊല്ലത്തെ മൊത്തം റെന്റ് അപ്പം തന്നെ കൊടുക്കണം. അപ്പൊ ഉദാഹരണം 1.5 ലക്ഷം ദിർഹംസ് 1-ാം തീയതി കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ മാസം ഇങ്ങനെ കുറച്ച് എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റ് ഇത് ഇങ്ങനെ കുറച്ച് 1-ാം തീയതിക്ക് എന്ത് ചെയ്യണം? സെറ്റ് ആക്കി എടുത്തു തരണം. ഇങ്ങനെ ചെയ്യണം. ഇപ്പൊ നമ്മളെ ഇന്റേൺഷിപ്പിന്റെ ക്ലാസ് ഇന്നു മുതൽ നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇവർക്ക് ഒരു മോഡലിന് വേണ്ടിയിട്ട് ഒരു 50 ട്രാൻസാക്ഷൻ കൊടുത്തിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ഇതിനകത്തൊക്കെ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ പ്രീപെയ്ഡ് എക്സ്പെൻസിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസിന്റെ ഒരു കളി ഉണ്ട് അവിടെ. അത് കറക്റ്റ് ചെയ്യുന്ന സാധനം. കാരണം നമുക്ക് IFRSന്റെ റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സാധനമാണ്. അഷ്റഫ്ക്കൊക്കെ അതിനകത്ത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കിട്ടോ? ആ ക്വസ്റ്റ്യൻസ് കിട്ടൂല, അത് അത്രയും ഡേഞ്ചർ ക്വസ്റ്റ്യൻസാ. ഞങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാമായിരുന്നു. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അപ്പുറത്തേക്ക് പോരി. ഓൺലൈനിൽ തുടങ്ങാൻ പറ്റുമോ? ഈ കോഴ്സ് ഓൺലൈനില് ഭയങ്കര ടാസ്ക് ആണ് അതൊക്കെ. ഞാൻ ഇപ്പൊ ഓൾറെഡി 6 ആളുകൾക്ക് പറഞ്ഞിട്ട് ഇപ്പൊ അതിനകത്ത് എത്ര ആൾക്കാരെ 40 അങ്ങനെ ആൾക്കാരല്ലേ? 10 പേര് പറഞ്ഞു തുടങ്ങിയല്ലേ? 10 അല്ല 6 ആൾക്കാർക്ക് കൂടുതൽ ചെയ്യാൻ കഴിയൂലെന്ന് വിചാരിച്ചാണ്. 40 ആളുണ്ട്. 40 ആൾക്കാരല്ലേ? 40 പേരുണ്ട്. 40 പേരുണ്ട്. അതാണ് അവസ്ഥ. 6 ആൾക്കാർ തുടങ്ങിയതാ. പിന്നെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ പിന്നെ കഴിയൂലെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത്ര ആളുകളാകുമ്പോൾ ടാസ്ക്. അപ്പൊ ഞാനൊരു സ്റ്റാഫിനോടെ ഏൽപ്പിച്ച് അവൻ ഇങ്ങനെ പറഞ്ഞെടുത്ത് ഇങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇന്ന് ടെസ്റ്റിങ്ങിന് സാധനങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ പറഞ്ഞു വരുന്നത്, പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് എക്സ്പെൻസ് ആയിട്ട് ബുക്ക് ചെയ്യരുത്. അതിന് നമ്മൾ എന്തായിട്ട് ബുക്ക് ചെയ്യണം? അസറ്റ് ആയിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുക. അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റി ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ആണെന്നുള്ള എന്ത് ചെയ്യാം മനസ്സിലാക്കുക. മറ്റേതിന്റെ ഓപ്പോസിറ്റ് ആണത്. ഓപ്പോസിറ്റ് ആണ്. അസറ്റ് ലയബിലിറ്റി ആണെന്ന് അതിന് എക്സ്പെൻസ് ആയിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, ട്രീറ്റ് ചെയ്യരുത്. ഇനി മൂന്നാമത്തെ സാധനമാണ് അക്രൂഡ് ഇൻകം. അക്രൂഡ് ഇൻകം കിട്ടേണ്ട സമയമായിട്ടും ദാറ്റ് ഈസ് സ്വീകരിക്കേണ്ട സമയമായിട്ടും ലഭിച്ചിട്ടില്ലാത്ത വരുമാനത്തിനെയാണ് നമ്മൾ അക്രൂഡ് ഇൻകം എന്ന് പറയാം. കിട്ടേണ്ട സമയമായി, കിട്ടിയിട്ടില്ല. ഒരു ബിൽഡിങ്ങിന്റെ റെന്റ് നമുക്ക് 1 ലക്ഷം രൂപ നമുക്ക് ബിൽഡിങ്ങിന് റെന്റ് കിട്ടാണ്ട്, ഇതിന് നമുക്കൊരു 50,000 രൂപ കിട്ടിയിട്ടുള്ളൂ. ബാക്കി 50,000 രൂപയാണ് അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. ഇതിന് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അക്രൂഡ് ഇൻകം എന്നാണ് സാധാരണ ഇതിൽ എല്ലായിടത്തും കാണിക്കുക. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിക്കേണ്ട സമയമായിട്ടും കിട്ടാത്ത വരുമാനത്തിനെയാണ് നമ്മൾ അക്രൂഡ് ഇൻകം എന്ന് വിളിക്കുക. ഇത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് അസറ്റ് ആണ്. അക്രൂഡ് ഇൻകം എന്താണ്? കറണ്ട് അസറ്റ് ആണ്. ഇൻകം എന്നാണ് കാണുമ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഇൻകം എന്നുള്ള രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യരുത്. ഇൻകം അപ്പൊ ഇൻകം അക്രൂഡ് ഇൻകം നേരത്തെ പറഞ്ഞില്ലേ ഇന്റർവ്യൂവില് മറ്റേ അടിച്ച മാതിരിയാണ് അടിക്കരുത്. എക്സ്പെൻസ് അല്ല. അപ്പൊ പിന്നെ പോട്ടെ ഡെബിറ്റില് അങ്ങനെ ചിന്തിക്കരുത്. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അസറ്റ്.
സ്വീകരിക്കേണ്ട സമയമായിട്ടും കിട്ടേണ്ട സമയമായിട്ടും ലഭിച്ചിട്ടില്ലാത്ത വരുമാനത്തിനെയാണ് നമ്മൾ അക്രൂഡ് ഇൻകം എന്ന് പറയാം. അപ്പൊ അതിന്റെ ജേണൽ എൻട്രി എങ്ങനെ വരിക? അക്രൂഡ് ടു ഇൻകം റിസീവ്ഡ്. എന്താണോ ഇൻകം ആ ഇൻകം ആയിട്ടാണ് വരിക. കറക്റ്റ് ആയിട്ട് ആ സമയമായിട്ട് തന്നെ എഴുതണം. അപ്പൊ നമുക്കൊരു ബിൽഡിംഗ് ഉണ്ടെന്ന് ഇരിക്കും, ശ്രദ്ധിച്ചോളെ. നമുക്കൊരു ബിൽഡിംഗ് ഉണ്ട്, 1,00,000 രൂപയാണ് അതിന്റെ മന്ത്ലി റെന്റ് എന്ന് വിചാരിച്ചോളാം. 31/12/2025 നമുക്ക് ആ മനുഷ്യൻ ക്യാഷ് തന്നിട്ടില്ല. നമ്മൾ എങ്ങനെയായിരിക്കും നമ്മുടെ അക്കൗണ്ട്സിനകത്ത് റെക്കോർഡ് ചെയ്യാം? ഒന്നുകൂടി പറയാം. 31/12/2026 എന്ന് വിചാരിക്കാം. 31/12/2026 സോറി 2025. 1,00,000 രൂപയാണ് നമ്മുടെ ബിൽഡിങ്ങിന്റെ വാടക. നമ്മളെ സ്വന്തം നമ്മുടെ ബിസിനസിന്റെ ബിൽഡിംഗ് ആണെന്ന് വിചാരിച്ചോളൂ. നമ്മളൊരു ബിസിനസ് നടത്തുന്ന ബിസിനസിന്റെ ബിൽഡിംഗ് ആണ്. 1,00,000 രൂപ അയാൾ തന്നിട്ടില്ല. നമ്മൾ ഇതിനെ എങ്ങനെ റെക്കോർഡ് ചെയ്യണം? accrual account up to rent അക്രൂഡ് received. റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു റെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം കാണിക്കണം. എങ്ങനെ കാണിക്കാം? accrued rent account ഈ debtor to അക്രൂഡ് എന്ന് partner. പറഞ്ഞ ആള് അക്രൂഡ് എന്ന് പറഞ്ഞതിന്റെ പേര് അരുൺ എന്നാണ്. അരുണാണ് ആ ബിൽഡിങ്ങിൽ നിൽക്കുന്ന ആള്. ബിൽഡിങ്ങിന്റെ ആ ബിൽഡിങ്ങിൽ വർക്ക് അരുണാണ് ആ ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ അരുൺസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻകം എന്ന് പറഞ്ഞിട്ട് അല്ല റെന്റ് എന്ന് പറഞ്ഞിട്ട് റെന്റ് റിസീവ് റെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അരുൺസ് അക്രൂഡ് റെന്റ് ടു റെന്റ് അരുൺ അക്കൗണ്ട് ഡെപ്റ്റ് ടു റെന്റ് റെന്റ് റിസീവ്ഡ് എന്ന് കാണിക്കണം. ഈ എമൗണ്ട് ഇവിടെ വരും, ലയബിലിറ്റി അല്ല നമ്മുടെ അസറ്റ് സൈഡില് അസറ്റ് അസറ്റ് സൈഡില് സൈഡിൽ വരും. എവിടെ വരും? ഏതാണ് അസറ്റ് സൈഡിലേക്ക് വരിക? റെന്റ് ആണോ വരിക, മറ്റേതാണോ വരിക? അക്രൂഡ് അക്രൂഡ് റെന്റ് അയാളുടെ അക്രൂഡ് അരുൺസ് റെന്റ് പേരെന്തായിരുന്നു? അസറ്റിനകത്ത് ഇതിനകത്ത് റെന്റ് ആണോ വരിക, മറ്റേതാണോ വരിക? വേഗം പറയും, കൺഫ്യൂഷൻ ഉണ്ടല്ലോ ആൾക്കാർക്ക്. അരുൺസ് അക്രൂഡ് എന്ന് പറഞ്ഞിട്ടില്ലേ? അരുണിന്റെ അടുത്ത് കിട്ടാണ്ട് എന്നുള്ള സംഭവം ആയിട്ട് എന്ത് ചെയ്യും? വരും. ഇനി ഈ മാസം ഒരു 10-ാം തീയതി ആകുമ്പോഴേക്ക് അരുൺ ഒരു 50,000 രൂപ വന്നു. അത് ഏനത്തേക്കാ റെസിപ്റ്റ് വെക്കാം? അക്രൂഡിലേക്ക് അരുണിലേക്കാണ് റെസിപ്റ്റ് വെക്കാം. അതെ ഓക്കെ. അരുൺസ് അക്രൂഡ് അക്കൗണ്ടിലേക്ക് ഒരു 20-ാം തീയതി ആകുമ്പോഴേക്ക് അയാൾ ഞാൻ ഇനി അടുത്ത മാസം ഇവിടെ ഉണ്ടാവില്ല, ഒരു 2,00,000 രൂപ അയാൾ നമ്മളെ അക്കൗണ്ടിലേക്ക് ഇട്ടുന്നു. അടുത്ത മാസം ഞാൻ ഇവിടെ 2,00,000 രൂപ ഇട്ടുന്നു. അത് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യും. റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇതേ അരുണിലേക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ കോമൺ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന പറയുന്ന സാധനങ്ങളാട്ടാ. ഈ അരുൺ പറയും, ഞാൻ 2 മാസം ഇവിടെ ഉണ്ടാവില്ല, ഒരു കാര്യം ചെയ്യും, ഞാൻ 2,00,000 രൂപ തരാം. ഈ 2,00,000 രൂപ എടുത്ത് തന്നു കഴിഞ്ഞാല് നമ്മൾ നേരെ അരുണിന്റെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും? റെസിപ്റ്റ് അടിക്കും. അപ്പൊ ഈ സാധനം ലാബിലിറ്റി സൈഡിൽ നിന്ന് മാറിയിട്ട് അസറ്റ് സൈഡിലേക്ക് ഇങ്ങോട്ട് പോകും. തിരിഞ്ഞു വരും. ഒരു പ്രീപെയ്ഡോ ഒന്നും ചെയ്യണ്ട. അതുകൊണ്ടാണ് പലപ്പോഴും എനിക്ക് ചെയ്യുന്ന, സാർ ഇത് നോക്കി ഇന്റെ അസറ്റിലെ സാധനങ്ങൾ മൊത്തം ലാബിലിറ്റിയിലെ കയറി കിടക്കണേ, ലാബിലിറ്റി സാധനം കുറെ ഇങ്ങനെ കിടക്കും. ഇതെന്തുകൊണ്ടാ അറിയോ? ഓപ്പോസിറ്റ് ബാലൻസ് വരുമ്പോ മറിയും. അങ്ങനെ ഒന്നുണ്ടാവും. ഇങ്ങനെ കുറെ ഉണ്ട്. നിങ്ങൾക്ക് ഡെയിലി ഭയങ്കര രസം, സ്ക്രീൻഷോട്ട് ഒക്കെ അയക്കും. ഡിഫറൻസ് ഇൻ ഓപ്പണിംഗ് ബാലൻസ്. ഇതെന്താണ് സാർ? ഇതെങ്ങനെ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയാം? ടാലിയിൽ എടുത്തിട്ട് ഡിഫറൻസ് ഇൻ ഓപ്പണിംഗ് ബാലൻസ്. ഒരു 90% ടാലി ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളുടെ അക്കൗണ്ട്സിലെ പ്രശ്നം ഡിഫറൻസ് ഇൻ ഓപ്പണിംഗ് ബാലൻസ്. ഇത് നിങ്ങൾ ഓരോ തെറ്റിച്ചിട്ട് തരുന്നതാണ്. ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അത് കാണണമെങ്കിൽ ഓരോ എൻട്രി എന്ത് ചെയ്യണം? തപ്പിപ്പിടിക്കണം. ഇവിടെ നിങ്ങൾക്ക് മാജിക് കൊണ്ട് ആ സാധനം ഒഴിവാക്കാൻ കഴിയില്ല. അത് എവിടെയോ ഒരു സാധനത്ത് മിസ്മാച്ചിങ് വന്നു, അവിടുന്ന് ആ സാധനം പൊട്ടിച്ച് റെഡിയാക്കിയാലേ ശരിയുള്ളൂ. ഡിഫറൻസ് ഇൻ ഓപ്പണിംഗ് ബാലൻസ് വരുന്നതും ഇതാണ്. അപ്പൊ നേരെ അരുണിന്റെ അക്കൗണ്ട് നേരെ ഇതുവരെ കിട്ടാനുള്ള ഒരു ഭാഗത്ത് നിന്ന് മാറിയിട്ട് അതിനൊരു നെഗറ്റീവ് ബാലൻസ് വരും ചെയ്യും. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യും? ഈ സാധനം. അപ്പൊ അത് ഈ ലാബിലിറ്റി അസറ്റ് ആയിട്ടാണ് പിന്നീട് എന്ത് ചെയ്യാം? അടുത്ത മാസങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അടുത്ത മാസം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് പറഞ്ഞ് ഇപ്പുറത്തേക്ക് തന്നെ ഇയാൾ വരും. കാരണം അത് അങ്ങനെ വരണമല്ലോ. അപ്പൊ മുമ്പൊക്കെ ഓരോന്നിനും സെപ്പറേറ്റ് ചെറിയ ചെറിയ ലെഡ്ജറും ചാനലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അപ്പുറം ഇപ്പുറം ആകെ കൺഫ്യൂഷൻ ആയാലും ഇന്ന് ആ ഒരു ഒറ്റ എൻട്രിയിലേക്ക് പേയ്മെന്റ് റിസീപ്റ്റ്സ് അടിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ അതൊക്കെ ഡിറ്റക്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ ഇൻഷുറൻസിന്റെ കേസ് പറഞ്ഞവര് അതെ കൊടുക്കും.
എന്നിട്ട് മന്ത്ലി നമ്മൾ ആ എൻട്രി ഇട്ട് പോരും. 12 മാസം അതെ. കൊണ്ട് ക്ലോസ് ആവും. അപ്പൊ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും തരത്തിലൊരു ഒരു അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് കൊടുക്കുന്ന കംപ്ലീറ്റ് പേയ്മെന്റും റിസീപ്റ്റ്സും അതിനകത്ത് തന്നെ റെക്കോർഡ് ചെയ്യാം. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് അസറ്റ് ആയിട്ടും ലാബിലിറ്റി ആയിട്ടും അങ്ങോട്ടും ലയബിലിറ്റി ആയിട്ടും ഇങ്ങോട്ടും വരും. എന്ത് ചെയ്തോളും, മാറിക്കോളും. ക്ലിയർ ആയില്ലേ? യെസ്. ഇപ്പൊ നമ്മളൊരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു ടി വി വാങ്ങാനുള്ള പ്ലാനിലാണ് ഞാൻ പോകുന്നത്. ഒരു 50,000 രൂപയുടെ വിലയുള്ള ഒരു ടി വി വാങ്ങാൻ വേണ്ടി പോകണം. അപ്പൊ ഞാൻ അവിടെ പോയി 50,000 രൂപന്റെ ടി വി വാങ്ങി ക്യാഷൊക്കെ കൊടുത്തു. വീട്ടിലെത്തിയ സമയത്ത് ടി വി വർക്ക് ചെയ്യണില്ല. അപ്പൊ ഞാൻ അവിടെ തന്നെ കൊണ്ടുകൊടുത്തു. ഇത് വേണ്ട, എനിക്ക് വേറെ മോഡൽ വേണമെന്നുണ്ട്. അപ്പൊ ആ മോഡൽ അവിടെ നിലവിലില്ല. അപ്പൊ ഞാനത് പിന്നെ വാങ്ങാം. അപ്പൊ അവിടെ ക്യാഷ് അവിടെ വെച്ചോളൂ, പിന്നെ വാങ്ങാം. ഈ ക്യാഷ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അസറ്റ് ആണോ ലാബിലിറ്റി ആണോ, പ്രീപെയ്ഡ് ആണോ, ഏത് കാറ്റഗറിയിലാണ് വരിക? കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയെ തിരിച്ചു കൊടുക്കാനുള്ളതാണോ? കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പിടിച്ചോട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെന്നുള്ള വിഷയമല്ല കേട്ടോ. നമ്മൾ ആരെക്കൊണ്ടാണ് കമ്പനി സംബന്ധിച്ചത്. നമ്മൾ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കണം. നമ്മളല്ലേ അക്കൗണ്ടിന്റെ, നമുക്കതൊരു അസറ്റാണ്. ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ അക്കൗണ്ട്സ്, ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താന്നുള്ളതാണ് ചോദ്യം. നമ്മളെ അക്കൗണ്ട്സ് വേറെയാണ്, അവർക്ക് ലയബിലിറ്റി ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം ലാബിലിറ്റി ആണ്. നമ്മളെ അക്കൗണ്ട്സിലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അസറ്റ് ആണ്, നമുക്ക് കിട്ടാനുള്ളതാണ്. നമ്മളതിൽ കറണ്ട് അസറ്റ് ആണ്, അവരിൽ എന്താണ്, കറണ്ട് ലയബിലിറ്റി ആണ്. ക്ലിയർ ആയില്ലേ? പിന്നീട് നമ്മൾ പോയ സമയത്ത് ആ ഒരു ടി വി കിട്ടി. ആ ടിവിക്ക് 40,000 രൂപയുള്ളൂ. 10,000 രൂപ നമുക്ക് കിട്ടണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടാനുള്ളത് ഒരു അസറ്റ് ആണ്. 10,000 ക്ലിയർ ആയില്ലേ? ആ ഒരു പൈസ അവരെന്ത് ചെയ്യണം, അവരെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റി ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം ലാബിലിറ്റി ആണ്. ആ പൈസ എന്ത് ചെയ്യണം, അവര് തിരിച്ചറിയണം. നമുക്ക് തിരിച്ചണം. അപ്പൊ ഇന്ന് പറഞ്ഞ 3 സാധനം ക്ലിയർ ആയി വിചാരിക്കണം. ആദ്യത്തേത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ലാബിലിറ്റി ആണ്. രണ്ടാമത്തത് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് ആണ്. മൂന്നാമത്തത് അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടണ സമയമായിട്ട് കിട്ടാത്ത പൈസയാണ് അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ. ഇതും നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം. ഇതെന്താണ്, കറണ്ട് അസറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അക്രൂഡ് അക്കൗണ്ട് അപ് ടു ആ പറയുന്ന കറസ്പോണ്ടിങ് ഇൻകം ആയിട്ടാണ് റെക്കോർഡിങ് വരിക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അക്രൂഡ് എക്സ്പെൻസ് അല്ല, അക്രൂഡ് ഇൻകം. അക്രൂഡ് ഇൻകം. ഓക്കെ, കിട്ടാനുള്ളത് 50,000 കിട്ടാനുള്ളത്. അപ്പൊ അതില് ഈ മാസം 25 തന്നു, ബാക്കി 25 നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് ആയിട്ട് അവിടെ നമ്മൾ റെക്കോർഡ് ചെയ്തു. അതിലേക്ക് പിന്നൊരു 50,000 അദ്ദേഹം തന്നു. പക്ഷെ അതില് 25,000 അടുത്ത മാസത്തേക്കുള്ള അഡ്വാൻസ് ആണ്. അതെങ്ങനെയാണ്? ഫുൾ എമൗണ്ട് അവിടെ നേരെ റെസിപ്റ്റ് വെക്കാം. നമ്മളെ അക്കൗണ്ടിലേക്ക്, അവന്റെ അക്കൗണ്ടിലേക്ക് നേരെ റെസിപ്റ്റ് വെക്കാം. അപ്പൊ അത് നമ്മളെ സമയത്ത് ഒരു ലാബിലിറ്റി, ആ ബാലൻസ് എമൗണ്ട് നമ്മളെ സമയത്ത് ഒരു ലാബിലിറ്റി വരും. ബാക്കി 25,000 നമ്മൾ കൊടുക്കാനുള്ളതാണ്. ലാബിലിറ്റി ആയിട്ട് വരും. കാരണം ആ മാസം തന്നെ അവൻ നിർത്തി പോയി കഴിഞ്ഞാൽ 25,000 കൊടുക്കണല്ലോ. അപ്പൊ അവന്റെ ലെഡ്ജറിൽ അങ്ങോട്ട് കൊടുക്കാനുള്ളതായിട്ട് കാണിക്കും. പിന്നെ അടുത്ത മാസം ജേണൽ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയി അഡ്ജസ്റ്റ് ആയിട്ട് പോകുന്നത്. സെറ്റ് അല്ലേ? ടാലിയിൽ നമ്മൾ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന് കുറയുന്നത് ഓരോ ലെഡ്ജറിൽ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ലൈവ് ആയിട്ട് കാണുന്നത്. നമ്മൾ ആ സാധനം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടാലിയിലേക്ക് അത് കയറുമല്ലോ. കയറുന്ന സമയത്ത് നമുക്കത് വിശദമായിട്ട് പഠിക്കാതെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടേണ്ട സമയമായിട്ടും കിട്ടാത്ത പൈസയാണ് നമ്മൾ അക്രൂഡ് ഇൻകം എന്ന് പറയാം. ഓക്കെ, ഇനി മൂന്നാമത്തത് അൺഏൺഡ് ഇൻകം. അൺഏൺഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിട്ടേണ്ട സമയത്തിന് മുന്നേ, അസഫ് ഇപ്പം പറഞ്ഞ കേസ്, കിട്ടേണ്ട സമയത്തിന് മുമ്പേ കിട്ടിയ ഇൻകം, അൺഏൺഡ് ഇൻകം. അതെ, അൺഏൺഡ്, ഏൺ ചെയ്തിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അൺഏൺഡ് എന്ന് പറയുമ്പോൾ കിട്ടേണ്ട സമയത്തിന് മുമ്പേ സ്വീകരിക്കപ്പെട്ട ഇൻകമാണ് അൺഏൺഡ് ഇൻകം. ഉദാഹരണം, കമ്മീഷൻ നമുക്ക് കിട്ടേണ്ടത് 2,000 രൂപയാണ്, നമുക്ക് 3,000 കിട്ടി. ഇതിൽ എത്ര രൂപയാണ് അൺഏൺഡ് ഇൻകം? 1,000 രൂപ. ഒന്നെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കണോ, ഇല്ലെങ്കിൽ അടുത്ത മാസം കമ്മീഷൻ സാധനം എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ കമ്മീഷൻ റിസീവ്, ഇപ്പൊ കമ്മീഷന്റെ കേസാണ്. ഇപ്പൊ കമ്മീഷൻ റിസീവ്ഡ് അക്കൗണ്ട് അപ് ടു അൺഏൺഡ് കമ്മീഷൻ എന്നുള്ള ലെഡ്ജറിൽ 1,000 രൂപയായിട്ട് എന്ത് ചെയ്യും, നമ്മൾ അതിന്
ട്രീറ്റ് ചെയ്യും. അൺഏൺഡ് ഇൻകം എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ, കറണ്ട് ലാബിലിറ്റി. കിട്ടേണ്ട സമയത്തിന് മുൻപേ സ്വീകരിക്കപ്പെട്ട ഇൻകത്തിനെയാണ് അൺഏൺഡ് ഇൻകം എന്ന് പറയാം. തെറ്റരുത്, അൺഏൺഡ് ഇൻകം, കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലാബിലിറ്റി. ഓക്കെ, എൻട്രി ആ ഒരു റെസ്പെക്റ്റീവ് ആ ഒരു ലെഡ്ജർ അക്കൗണ്ട് അപ്റ്റർ ടു ഇൻകം അക്കൗണ്ട് അപ്റ്റർ ടു അൺഏൺഡ് ഇൻകം, ഇൻകം അക്കൗണ്ട് അപ്റ്റർ ടു അൺഏൺഡ് ഇൻകം. ഇത് ലാബിലിറ്റി ആയതുകൊണ്ട് ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിനകത്താണ് ഈ സാധനം ബുക്ക് ചെയ്യാം. അതൊക്കെ സിമ്പിൾ സാധനങ്ങളാണ്, കുറെ ടെൻഷൻ അടിക്കാനാവുന്നില്ല. ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, പ്രീപെയ്ഡ് ഇൻകം, ശരിക്കും ഒരു പ്രീപെയ്ഡ് ഇൻകം എന്നൊക്കെ വേണമെങ്കിൽ ഇതിന് വിളിക്കലുണ്ട് കേട്ടോ, പ്രീപെയ്ഡ് ഇൻകം എന്നൊക്കെ പറയാറുണ്ട് ഇതിന്. അൺഏൺഡ് ഇൻകത്തിനെ പ്രീപെയ്ഡ് ഇൻകം എന്ന് വിളിക്കും, അക്രൂഡ് ഇൻകത്തിനെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ഈ അങ്ങനെ ഇങ്ങനെ തലങ്ങും വെലങ്ങും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരിക്കലും ഇതിനെ ഇൻകം എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ അക്കാഡമിക്കലി നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നത് ഈ ഒരു പേരിലാണ്. ഇൻകം എന്നാണ് പറയുമ്പോൾ നാറ്റ് എന്ത് ചെയ്യും, ഈ സാധനത്തിലേക്ക് പോകും. ഇപ്പൊ കമ്മീഷൻ റിസീവ്ഡ് ആണെങ്കിൽ കമ്മീഷൻ റിസീവ്ഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അൺഏൺഡ് കമ്മീഷൻ എന്നുള്ള രീതിയിലാണ് വരിക. റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇതെന്തുകൊണ്ടാ ഈ ഇൻകത്തിന് നേരെ വിലങ്ങടിച്ചതെന്ന്? ആ ഇൻകം ഒരു എൻട്രി തെറ്റാണെന്ന് ഒരാൾ പറഞ്ഞില്ലേ കമന്റ് ബോക്സിൽ? എന്തുകൊണ്ട് ഇൻകത്തിനെ വിലങ്ങടിച്ചത്? നേരത്തെ കിട്ടിയാലും നമുക്കത് ഡെബിറ്റ് ബാലൻസ് കാണല്ലോ. നേരത്തെ കിട്ടിയതല്ല, കിട്ടുന്നതിന് മുന്നേ കിട്ടിയ കാരണം കൊണ്ട് ഇൻകത്തിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. പക്ഷെ നമുക്കത് മുന്നേ കിട്ടിയ കാരണം കൊണ്ട് അത് ക്രെഡിറ്റ് ഡെബിറ്റ് കാണണല്ലോ. അത് കാരണം കൊണ്ട് ഡെബിറ്റ് കാണണം. ബാലൻസ് ക്ലിയർ അല്ലേ? ക്യാഷിന് ഡെബിറ്റ് വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം നമ്മൾ കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യാം ആ സംഭവം വരാം. ക്യാഷിന്റെ ഒരു എലമെന്റ് അവിടെ വരികയാണെങ്കിൽ അപ്പോൾ ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടേക്കും എന്ത് ചെയ്യും, ഇൻകത്തിന്റെ താഴത്തെ സൈഡിലേക്ക് വരും, ക്യാഷിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്. ഇനിയുള്ളത് ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ എന്താ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. Depreciation is the reduction in the value of fixed assets. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ, കാലപ്പഴക്കം കൊണ്ട്, ഉപയോഗം കൊണ്ട് തേയ്മാനം സംഭവിക്കുന്നതിനെയാണ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞത് എക്സ്പെൻസ് ആണെന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞത് എക്സ്പെൻസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. എക്സ്പെൻസ് നമ്മൾ എവിടെ ബുക്ക് ചെയ്യാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബുക്ക് ചെയ്യും. പിന്നെ ഒരു വണ്ടിന്റെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ അറിയില്ല, സിമ്പിൾ അല്ലേ? 10 ലക്ഷം രൂപേന്റെ ഒരു വണ്ടി വാങ്ങിക്കഴിഞ്ഞ് നാളെ വിൽക്കുകയാണെങ്കിൽ എത്ര രൂപ കിട്ടും? 10 ലക്ഷം തന്നെ കിട്ടുമോ? ചിലപ്പോ 1 ലക്ഷം ഒക്കെ കുറയും അല്ലേ കതറെ? 1 ലക്ഷം കുറയില്ലേ? ചിലപ്പോ 9 ലക്ഷം ഒക്കെ ആവും. ബെൻസ് ഒക്കെ ആണെങ്കിലോ, ബെൻസ് ഓടിയൊക്കെ ആണെങ്കിൽ ചിലപ്പോ 10 ലക്ഷം 20 ലക്ഷം ഒക്കെ കുറയും. അപ്പൊ ഉപയോഗം ഉണ്ട്. അപ്പൊ സെക്കൻഡ് ഹാൻഡ് വണ്ടി, സെക്കൻഡ് ഓണർ എന്നൊക്കെ ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുക. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലപ്പഴക്കം കൊണ്ട് വേറെ ടിയർ കൊണ്ട് എന്ത് ചെയ്യും ഉണ്ടാകുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യാണ് ഡിപ്രീസിയേഷൻ. അപ്പൊ ജനറൽ എങ്ങനെയായിരിക്കും വരിക? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു എന്താണോ ഡിപ്രീസിയേറ്റഡ് ആവുന്നത് ആ ഒരു ലെഡ്ജർ. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു ഫിക്സഡ് അസറ്റ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു ഫിക്സഡ് അസറ്റ്. ഡിപ്രീസിയേഷൻ കാർ ആണെങ്കിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു കാർ. ബിൽഡിംഗ് ആണെങ്കിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു ബിൽഡിംഗ്. ബിൽഡിംഗ് ഒന്നും ഡിപ്രീസിയേഷൻ വരൂല, അപ്രീസിയേഷൻ ആണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരിക. ബിൽഡിംഗ്. പിന്നെ അതുപോലെ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു മെഷീനറി, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു കമ്പ്യൂട്ടർ, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു ഫർണിച്ചർ. ഈ രീതിയിലൊക്കെയാണ് എന്ത് ചെയ്യാം ഡിപ്രീസിയേഷൻ സംഭവിക്കാം. ക്ലിയർ ആയില്ലേ? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് അല്ലേ, ഡ്യൂ ടു വെയർ ആൻഡ് ടയർ. അപ്പൊ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണെന്നുള്ള എന്ത് ചെയ്യാം മനസ്സിലാക്കാം. ക്ലിയർ ആയില്ല? അപ്പൊ അതിന്റെ എൻട്രി എന്തായിരിക്കും? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു ആ സംഭവങ്ങളായിരിക്കും വരിക. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്രീസിയേഷൻ. അപ്രീസിയേഷൻ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. ഭൂമി അല്ലെ, ബിൽഡിങ്, അതിനൊക്കെ ആദ്യമൊക്കെ സ്ക്വയർ ഫീറ്റ് ചെറിയ വിലക്ക് വാങ്ങിയതായിരിക്കും സാധനം. പിന്നീട് എന്ത് ചെയ്യും, വിൽക്കുമ്പോൾ ഭയങ്കര സമയം. അപ്പൊ അതിന്റെ അണ്ടർ എന്താ? ഇൻഡയറക്റ്റ് ഇൻകം ആണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഇൻകം. ഇൻഡയറക്റ്റ് ഇൻകം അസറ്റിന്റെ മേലിൽ ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? അപ്രീസിയേഷൻ.
ഇവിടെ പഴക്കം കൂടിയാലും ഇല്ലെങ്കിലും ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഒക്കെ ഭൂമി വർദ്ധിക്കും അല്ലെ, വില വർദ്ധിക്കും. ഭൂമിയൊക്കെ അതിന് എക്സാമ്പിളാണ് അല്ലെ, ഭൂമി അതിന്. അപ്പൊ അപ്രീസിയേഷന്റെ ജേർണൽ എൻട്രി എന്തായിരിക്കും? ഇപ്പൊ ഭൂമിന്റെ കേസിലാണെങ്കിൽ ലാൻഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അപ്രീസിയേഷൻ. ഡിപ്രീസിയേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്രീസിയേഷൻ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്രീസിയേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഇൻകം ആയിട്ട് ബുക്ക് ചെയ്യണം അല്ല നൂക്ക? നിങ്ങൾ അപ്രീസിയേഷൻ ഇവിടെ അടുത്ത് സംഭവിച്ചില്ലേ? പൈസ പോയില്ലേ? ടാക്സ് അടച്ചില്ലേ? 4 ലക്ഷം രൂപ. 4 ലക്ഷം സാറല്ല, എമൗണ്ട് ചില്ലറ എമൗണ്ട് എന്നല്ല കിട്ടിയേ, വലിയ എമൗണ്ട് കിട്ടിയില്ലേ? അപ്പല്ലേ 4 അടിച്ച 85 lakhs. അത്ര ലാക്ക് കിട്ടിയിട്ട് ഒരു 5 അടിച്ചാൽ കുഴപ്പമില്ല. അതാണ് അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. അത് ഉപയോഗിച്ചാലും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു വാല്യൂ കയറി വരും. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. അതാണ് ഈ ഡിപ്രിസിയേഷൻ എന്തോ ഒരു മെത്തേഡ് ഒക്കെ ഇല്ലേ സാർ? ഡയറക്റ്റ് ഡിപ്രീസിയേഷൻ 2-3 രീതിയിൽ ഇൻകം ടാക്സിന്റെ 2-3 മെത്തേഡ് ഉണ്ട്. ഫ്ലാറ്റ് ഉണ്ട്, ഡിമിനിഷിംഗ് ഉണ്ട്. ഡിമിനിഷിംഗ്. ഓക്കെ, അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പം നേരെ അപ്രീസിയേഷൻ എന്താണ്, ഡിപ്രീസിയേഷൻ ആണ് എന്നുള്ളത് എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇനിയുള്ളത് ജേർണൽ എൻട്രി നേരെ ലാൻഡ് അക്കൗണ്ട് അപ് ടു അപ്രീസിയേഷൻ. ഡിപ്രീസിയേഷന്റെ നേരെ ഓപ്പോസിറ്റ്. ഡിപ്രീസിയേഷന് നേരെ ഓപ്പോസിറ്റ് പേര് മാറ്റി കൊടുത്താൽ മതി. ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞില്ല, അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി 2 കാര്യങ്ങൾ ഇനി നമ്മൾ പഠിക്കാനുള്ള സാധനമാണ് ബാഡ് ഡെപ്റ്റ്. നമ്മൾ അതിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ പറയാം. ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇതെന്താണ്? ഇൻകം ആണോ, എക്സ്പെൻസ് ആണോ, ലാബിലിറ്റി ആണോ, അസറ്റ് ആണോ? എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? എക്സ്പെൻസ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സ്പെൻസ്. എന്താ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ഓണർ ഓണർക്ക് കൊടുക്കുന്നു, ഓണർ കൊണ്ടുവരുന്ന ക്യാപിറ്റലിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്. ക്ലിയർ ആയില്ലേ? നമ്മൾ ഓണർ കൊണ്ടുവരുന്ന ക്യാപിറ്റലിന് നമ്മൾ കൊടുക്കുന്ന ഒരു. അപ്പം ഓണർക്ക് 2-3 രീതിയിലാണ്, പല ബിസിനസ്സുകളും പല രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യാം. ചില ബിസിനസ്സുകൾ പറയും, മുതലാളിക്ക് പ്രോഫിറ്റ് പുറമെ പലിശ കൂടി കിട്ടും, ഇൻട്രസ്റ്റ്, ലാഭം കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം കമ്പനിക്ക് എന്താണ്? എക്സ്പെൻസ് ആണ്. എങ്ങനെ എക്സ്പെൻസ് ആണ്? പ്രോഫിറ്റ് കൊടുക്കുന്നത് ഇതല്ലേ. കാരണം നടന്നാലും നടന്നിട്ടില്ലെങ്കിലും ആ ഒരു പൈസന്റെ മുകളിലെ എന്ത് ചെയ്യണം? എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം? മൂപ്പർക്ക് കൊടുക്കണം. ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇതിന്റെ ജേർണൽ എൻട്രി എന്തായിരിക്കും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നുള്ള രീതിയിലേക്കായിരിക്കും ഇതിന്റെ എൻട്രി വരിക. ഇവിടെ തന്നെ 2-3 രീതിയിൽ സംഭവിക്കാറുണ്ട്. ചില മുതലാളി പറയും ആ ക്യാഷ് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് വേണമെന്ന് പറയും. ഇപ്പൊ നമ്മൾ ചെയ്തത് എന്താണ്? ക്യാപിറ്റലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തതാണ് നമ്മൾ ചെയ്തത്. നിങ്ങൾ പറഞ്ഞില്ലേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അവന്റെ ക്യാപിറ്റലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഉദാഹരണം, ഒരാള് ബിസിനസ്സിലേക്ക് 2 ലക്ഷം രൂപ ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവന്നു. അഷ്റഫ് ഖാൻ 2 ലക്ഷം രൂപ ക്യാപിറ്റൽ ആയിട്ട് എന്ത് ചെയ്തു? കൊണ്ടുവന്നിട്ട് 2 ലക്ഷം രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു. അപ്പൊ ഈ മാസം ഇതിന്റെ ഒരു 10% ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം? കൊടുക്കണം എന്നുള്ളതാണ് കമ്പനിയുടെ പ്രൊവിഷൻ എന്ന് വിചാരിച്ചോളി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര കൊടുക്കണം? 2 ലക്ഷത്തിന്റെ 10% എത്രയാ? 20,000 രൂപ കൊടുക്കണം. ഇത് 2 രീതിയിൽ ഓണർ കാണും. ചില ഓണർ പറയും എനിക്ക് എല്ലാ മാസം ആ 20,000 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ഇടണം, ജിപേ ചെയ്യണം, അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് ഇടണം എന്ന് പറഞ്ഞു. ഒന്ന്, ഇല്ലെങ്കിൽ ക്യാപിറ്റലിലേക്ക് ചെയ്താളി. ക്യാപിറ്റലിലേക്ക് അഡ്ജസ്റ്റ്, അതായത് അപ്പൊ ക്യാപിറ്റൽ ആകുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ക്യാപിറ്റലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന വലിയ ഓളന്മാർ എന്ത് ചെയ്യും? ക്യാപിറ്റലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം 2 ലക്ഷം രൂപയാണ്. ഇതാണ് അക്കൗണ്ട്. അതായത്
ചില ബിൽഡിംഗ് ഓണേഴ്സ്, ഞാൻ ഇത് 2 സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കിത് ഭയങ്കര ഒരു ഇടങ്ങേറുള്ള സാധനം. എനിക്ക് താല്പര്യമില്ലാത്തൊരു മേഖലയാണ് ഇങ്ങനെ ക്യാപിറ്റലിന് മുകളിൽ ഇൻട്രസ്റ്റ് എടുക്കുക എന്നുള്ളത്. ഞങ്ങൾ അതിന് ആദ്യമൊക്കെ അക്കൗണ്ട്സിലേക്ക് നമുക്ക് അത് ശരിയല്ല എന്ന് പറഞ്ഞു. പക്ഷെ കമ്പനി ആക്ട് പ്രകാരം എടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. അപ്പൊ എന്താ സംഭവിക്കഴിഞ്ഞാല് 2 ലക്ഷം രൂപ 10% ഇൻട്രസ്റ്റ് വരെ, ഇതുകൂടാതെ പ്രോഫിറ്റ് ഉണ്ട്. അപ്പൊ എന്താ സംഭവിക്കാം, അപ്പം നേരെ ഈ 20,000 രൂപ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇടുന്ന സമയത്ത് ഇവന്റെ ക്യാപിറ്റൽ എന്തായിട്ട് മാറി? 2,20,000 രൂപയായിട്ട് ഇവന്റെ ക്യാപിറ്റൽ മാറി. അടുത്ത മാസത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2,20,000 ഇൻറ്റു എത്ര? 20%. അപ്പൊ എത്രയായി എമൗണ്ട്? 10% അല്ലേ? 22,000 ആയി. ഇവൻ അപ്പോഴും ജേണൽ എഴുതിയാണെങ്കിൽ എന്ത് ചെയ്യും? 2,20,000 2,00,000 എത്രയായി? 42,000. 242 അടുത്ത കാൽക്കുലേഷൻ എങ്ങനെയാ? 242 10%. ഇങ്ങനെയാണ് ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത മാതിരി എന്ന് പറയാം. നമ്മളെ മുമ്പ് സ്ഥാനത്ത് വർക്ക് ചെയ്ത സ്ഥലം ഇയാൾക്ക് കൊടുത്തിട്ട് ഇങ്ങനെ കേറി ഇയാള് ക്യാഷ് വാങ്ങൂല്ല. കേറി ഇട്ടിട്ട് ഇയാള് ആദ്യത്തെ ഓണറെക്കാട്ടിലും വലിയ ഇൻവെസ്റ്ററായി മാറി. കമ്പനി പൊളിഞ്ഞാൽ മൊത്തം പോകും. കമ്പനി പൊളിഞ്ഞാൽ മൊത്തം പോവുകയും ചെയ്യും. അപ്പൊ ഇത് കുറച്ച് കഴിയുമ്പോൾ റിയലൈസ് ചെയ്യും. കുറച്ച് പോകുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഒരു അപകടം നടക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ പിന്നീട് ഡിസ്കഷൻ ഒക്കെ നടത്തിയിട്ട് ഈ ഇൻട്രസ്റ്റ് ഒഴിവാക്കേ, അയാളെ പിരിച്ചുകൂടെ, എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യേണ്ടി വരും. ഇതാണ് ഗതി. അപ്പൊ ഇത് ഇങ്ങനെ ക്യാപിറ്റലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റു ക്യാപിറ്റൽ എന്നോടും. ചില സ്ഥാപനങ്ങളിലൊക്കെ എല്ലാ മാസം വരുമാനം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവില്ല. നേരെ എന്ത് ചെയ്യാം, അയാള് വിഡ്രോ ചെയ്യും. അടിച്ചിട്ട് എന്ത് ചെയ്യാം. ഇപ്പൊ 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ഇൻട്രസ്റ്റ് അക്കൗണ്ട് അപ്റ്റു ഈ ഒരു ജേണൽ എൻട്രി പാസ്സാക്കിയിട്ട് ആ ക്യാപിറ്റലിലേക്ക് ഒരു പേയ്മെന്റ് അടിച്ചെടുത്താൽ മതി. അപ്പോഴാ എമൗണ്ട് കുറഞ്ഞോളും. അപ്പൊ ഈ ക്യാപിറ്റൽ കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരില്ലേ നമ്മള് ഓണേഴ്സ് കറണ്ട് അക്കൗണ്ട്? ക്യാപിറ്റൽ അതായത് സാധാരണ രീതിയിൽ എടുക്കലും വാങ്ങലും ട്രാൻസാക്ഷൻസ് ഒരുപാട് ഓണർമാരുടെ കയ്യിൽ ക്യാഷ് കൊണ്ടുവരലും പോലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ക്യാപിറ്റലിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യില്ല. നോർമലി അത് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിനകത്താണ് ഈ ട്രാൻസാക്ഷൻ നടക്കുക. എന്തായാലും അതൊരു ക്യാപിറ്റലിന്റെ സ്വഭാവം തന്നെയാണ് അക്കൗണ്ടിനകത്ത് മൊത്തത്തിൽ ഉണ്ടാവുക. ക്യാഷ് ആയിട്ട് നമ്മൾ ഓണർ ഇപ്പൊ ഡിമാൻഡ് ചെയ്യാണ് ക്യാഷ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യാഷ് എന്ന് പറഞ്ഞ എൻട്രി ഇട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ കുറച്ച് പുതുതായിട്ടൊരു നിയമം വന്നിട്ടുണ്ട്. ഈ ഓണർമാരുടെ പൈസ എടുക്കലും വലിക്കലുമായി ബന്ധപ്പെട്ട ഒരു TDSന്റെ കേസ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ വന്നിട്ടുണ്ട്. 10% ആണ്. അപ്പൊ ഇന്ന് രാവിലെ ഒരാളെ വിളിച്ചു ഓണർക്ക്, അതായത് നമ്മളെ അക്കൗണ്ട്സ് പഠിക്കുന്ന ഏതോ ഒരാളാണ്. അപ്പോ പ്രശ്നം ഇതാണ്, അവർക്ക് കമ്മീഷൻ കൊടുക്കാറുണ്ട്. കമ്മീഷൻ കൊടുക്കുന്ന സമയത്ത് ഉള്ളൊരു ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുതലാളിയാണ് കമ്മീഷൻ കൊടുക്കുക. അപ്പോ എന്നാ നിങ്ങളെ കമ്പനീന്റെ അക്കൗണ്ട് നേരിട്ട് കൊടുത്തൂടെ എന്ന് ചോദിച്ച സമയത്ത് കമ്പനീന്റെ അക്കൗണ്ടിൽ ഗൂഗിൾ പേ ഇല്ല. ഇതാണ് റീസൺ. കമ്പനി അക്കൗണ്ടിൽ ഗൂഗിൾ പേ ഇല്ല, അവർക്ക് ഗൂഗിൾ പേ വേണ്ടുള്ളൂ. അപ്പൊ എന്നാ കമ്പനി അക്കൗണ്ട് ഗൂഗിൾ പേ എടുക്കാൻ പറ്റില്ല. 2-3 പാർട്ണർമാരുണ്ട്. അതുകൊണ്ട് 2 ആളുടെ പേരിൽ ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ ഗൂഗിൾ പേ കിട്ടൂലല്ലോ. കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ 2 പാർട്ണർമാരുടെയും ഗൂഗിൾ പേ കിട്ടോ? മനുഷ്യന്മാരെ കിട്ടൂല. 2 പാർട്ണർമാർ സൈൻ ചെയ്തിട്ടാണ് അക്കൗണ്ട് കിട്ടുന്നതെങ്കിൽ അവിടെ ഗൂഗിൾ പേ വർക്ക് ചെയ്യില്ല. അങ്ങനെയുണ്ട്. അപ്പൊ കൊടുക്കാൻ വേണ്ടി പറ്റൂല. അപ്പൊ എന്ത് ചെയ്യും, മുതലാളി നേരെ എന്ത് ചെയ്യും, കമ്മീഷൻ ഇട്ട് കൊടുക്കും. മുതലാളി കമ്മീഷൻ ഒരു 50,000-60,000 രൂപ കമ്മീഷൻ ഉണ്ടാവും. എന്നിട്ട് മാസാവസാനം മുതലാളിന്റെ അക്കൗണ്ടിലേക്ക് ഈ ഒരു എമൗണ്ട് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുന്ന എമൗണ്ടിന്റെ 10% TDS കൂടി പിടിച്ചിട്ട് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനത്തെ വളഞ്ഞ വഴികൾ എടുക്കാതെ ഇതിനെങ്ങനെ ബൈപ്പാസ് ചെയ്യാൻ കഴിയുന്നുള്ളത്, ഒന്നെങ്കിൽ ഈ കമ്മീഷൻ എടുക്കുന്ന ആളുകളുടെ ബെനിഫിഷ്യറി ആഡ് ചെയ്തിട്ട് കമ്പനിയുടെ ഉള്ളിൽ തന്നെ പോകാനുള്ള ഒരു ശ്രമം നടത്തുക. ഇല്ലെങ്കിൽ ഒരു എമൗണ്ട് പെറ്റി ക്യാഷോ എന്തെങ്കിലും പോലെ മാറ്റി വെച്ചിട്ട് അതിന് എടുത്ത് കൊടുക്കുക. ഇതൊക്കെയാണ് ഇതിനുള്ള സൊല്യൂഷൻ. അല്ലാതെ കമ്പനി അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് ഓഡിറ്റിംഗ് ഒക്കെ സമയത്ത് ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടാനുള്ള സാധ്യതകളുണ്ട്. സെറ്റല്ലേ? സാന്ദർഭികമായിട്ട് പറഞ്ഞാണ്. ഇവിടെ അടുത്ത് വന്നൊരു അപ്ഡേറ്റ് ആണ്, 1 മാസമായിട്ടുള്ളൂ. അപ്പൊ മുതലാളിന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് കമ്പനി അക്കൗണ്ടുകളിൽ എന്ത് ചെയ്യരുത്, കോളാക്കി എടുക്കരുത്. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എല്ലാ കമ്പനികളിലൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഇൻട്രസ്റ്റ് ഫോളോ ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ അവിടെ
ഈ സംഭവമാണ് എന്തുണ്ടാവുക ഉണ്ടാവുക. അപ്പൊ ക്യാപിറ്റലിൽ വരുന്ന പലിശയാണ് നമ്മൾ എന്ത് വിളിക്കാം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് വിളിക്കാം. അതായത് ക്യാപിറ്റൽ കൊണ്ടുവന്ന ആൾക്ക് ഒരു നിശ്ചിത ശതമാനം, എത്രയാണോ എമൗണ്ട്, ആ സംഖ്യ ചില സമയത്ത് അവരെ ഇതിനകത്ത് പറയുന്നുണ്ടോ, ആ ഒരു എമൗണ്ട് അയാളെ ക്യാപിറ്റൽ എമൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുക. ഇത് രണ്ട് രീതിയിലാവും. ഒന്ന് അയാളുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ എടുക്കാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, അയാൾക്ക് വിഡ്രോ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ഈ അക്കൗണ്ട്സ് നമുക്ക് ഇതാക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കാര്യം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു കാര്യമാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. കമ്പനിയില് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനിയുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന കമ്പനിയുടെ ഇൻകം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ഓൾറെഡി നമ്മളെ കമ്പനിയിൽ ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ചു. കമ്പനി അടിപൊളിയായിട്ട് റൺ ചെയ്യേണ്ട, നല്ല ബിസിനസ് ഉണ്ട്, നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ നമുക്ക് ഒരു 10 ലക്ഷം രൂപ, ഒരു 5 ലക്ഷം രൂപയുടെ അത്യാവശ്യം വന്നു. ഓൾറെഡി നമ്മൾ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമുക്കൊരു 5 ലക്ഷം രൂപയുടെ അത്യാവശ്യം വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കമ്പനിയിൽ നിന്ന് 5 ലക്ഷം രൂപ അങ്ങോട്ട് എടുത്തു. അപ്പൊ കമ്പനീന്റെ നിയമപ്രകാരം കമ്പനി ഒരു നിയമം ചട്ടക്കൂടൊക്കെ ഉണ്ടാക്കി, അഥവാ ഇതിന്ന് കായ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 10% ഇൻട്രസ്റ്റ് കമ്പനിക്ക് തരണം. ഇതെന്തിനാ ക്ലോസ് വെക്കണമെന്ന് അറിയാം. മിക്കവാറും കമ്പനികൾ ഇങ്ങനത്തെ ക്ലോസ് വെക്കും. എന്തിനാ അറിയാം? ഈ പൈസ ഇയാൾ എടുത്തിട്ടില്ലെങ്കിൽ ബിസിനസിന് ഈ പൈസ ചെയ്തിട്ട് ഇൻകം ഉണ്ടാക്കാൻ പറ്റും. ഈ 5 ലക്ഷം രൂപ ബിസിനസ് ഇറക്കി കഴിഞ്ഞാൽ ബിസിനസിന് പൈസ കിട്ടും. അപ്പൊ ഇയാൾ ഈ ക്യാഷ് എടുക്കുന്നതുകൊണ്ട് ബിസിനസിന് ഒരു ഇൻകം നഷ്ടപ്പെടുകയാണ്. അപ്പൊ ഇൻകം നഷ്ടപ്പെടുമ്പോ ഇയാൾ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യണം. എങ്ങനെ? സംഭവം അയാളെ ബിസിനസ് തന്നെയാണ്, അയാളെ പരിപാടി തന്നെയാണ്. പക്ഷെ എന്നാലും അയാൾ എന്ത് ചെയ്യണം? അങ്ങോട്ടേക്ക് പൈസ. കാരണം ഇയാൾ മാത്രമല്ലല്ലോ ഇതിന് ഷെയർ ഹോൾഡർ ഉണ്ടാവും, വേറെ ഉണ്ടാവില്ലേ? അയാൾക്കും കൂടി കിട്ടേണ്ട ഇൻകമാണ് ഇയാൾ ഈ വരിക്കുന്നതിലൂടെ സംഭവിച്ചത്. അപ്പൊ എന്ത് ചെയ്തോളൂ? ഈ ഒരു എമൗണ്ട് ഇവർ കോമ്പൻസേഷൻ ആയിട്ട് എന്ത് ചെയ്യണം? അതിനകത്ത് എത്ര പെർസെന്റേജ് ആണോ പറയണത് ആ പെർസെന്റേജ് എന്ത് ചെയ്യണം? വെക്കണം. ഈ ഒരു എമൗണ്ട് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഇൻഡയറക്റ്റ് ഇൻകം. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡയറക്റ്റ് ഇൻകം ആണ്. അപ്പൊ അതിന്റെ എൻട്രി എന്താ വരും? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നുള്ള എൻട്രി ആണ് അതിന് ജേർണൽ ആയിട്ട് വരിക. ക്ലിയർ ആയല്ലോ? സെറ്റ് അല്ലേ? ഡ്രോയിങ്സ് അക്കൗണ്ടിലേക്കാണോ സാർ അത് ഡെബിറ്റ് ചെയ്യുക? ഡ്രോയിങ്സ് അക്കൗണ്ടിലേക്കാണ് ഈ സാധനം പോവുക. ക്ലിയർ ആയി വിചാരിക്കണം. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓടിച്ചിട്ട് പോയി പറഞ്ഞുതരാം. ഏതൊക്കെയായിരുന്നു ഒന്ന് ഓടിച്ച് പറഞ്ഞു. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പറഞ്ഞോളേ, എല്ലാരും പറയും, എല്ലാവർക്കും വായിക്കാൻ വേണ്ടിയുള്ളത്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് കൊടുക്കേണ്ട സമയമായിട്ടും കൊടുക്കാത്ത എക്സ്പെൻസ്. അതെന്താണ് വരിക? അതിന്റെ അണ്ടർ എന്താ വരിക? അത് കറന്റ് ലയബിലിറ്റി. കറന്റ് ലയബിലിറ്റി. രണ്ടാമത്തത് പ്രീപെയ്ഡ് എക്സ്പെൻസ്. പ്രീപെയ്ഡ് ഇൻകം അല്ല, പ്രീപെയ്ഡ് എക്സ്പെൻസ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് കറന്റ് അസറ്റ്. ക്ലിയർ അല്ലേ? മൂന്നാമത്തത് അക്രൂഡ് ഇൻകം, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം. എന്ത് ചെയ്യാം? ഹലോ, എന്ത് ചെയ്യാം? കറന്റ് അസറ്റ്. അൺഏൺഡ് ഇൻകം അല്ലെങ്കിൽ പ്രീപെയ്ഡ് ഇൻകം അതെവിടെ വരാം? കറന്റ് ലയബിലിറ്റി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിച്ചത് ഡിപ്രീസിയേഷൻ, ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. അതെന്താണ്? എക്സ്പെൻസ് ആണ്. പിന്നെ പഠിച്ചത് അപ്രീസിയേഷൻ, ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. ഇൻഡയറക്റ്റ് ഇൻകം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ പഠിച്ചേ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സ്പെൻസ്. ഇൻട്രസ്റ്റ് ഓൺ എക്സ്പെൻസ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എക്സ്പെൻസ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇനി അടുത്തൊരു സെഷൻ നമുക്ക് പഠിക്കണം, സമയം ഉണ്ടാകുന്നില്ല. അത് ബാഡ് ഡെപ്റ്റ്, ഫർദർ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഈ പറഞ്ഞിട്ടുള്ള ഈ സാധനങ്ങളാണ് എന്ത് ചെയ്യാം നമുക്ക് പഠിക്കണം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസോ കാര്യങ്ങളോ നമുക്ക് എന്ത് ചെയ്യാം ഇതിനകത്തൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ.